16-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. നമ്മുടെ ധ്യാനത്തിന് കുറേയും കൂടെ വ്യക്തത ലഭിക്കുവാനായിട്ട് ഈ ഭാഗത്തെ 3 ഉപവിഭാഗങ്ങളായിട്ട് തിരിക്കുകയാണ്. 3 പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ട് നമ്മുടെ പഠനത്തിനും ധ്യാനത്തിനുമായി മുന്നോട്ട് പോകാം എന്നത്രേ കരുതുന്നത്. 1, പെർസിക്യൂഷൻ. ശിഷ്യന്മാർ അഭിമുഖീകരിക്കേണ്ടി വരുന്നതായ പീഡനത്തെക്കുറിച്ച് കർത്താവ് 16-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പറയുകയാണ്. 2, അവർക്ക് ലഭിക്കുന്ന പരിപാലനം. 2, പ്രൊട്ടക്ഷൻ. അവർക്ക് ലഭിക്കുന്ന പരിപാലനം. പരിശുദ്ധാത്മാവിനെ അവർക്ക് വാഗ്ദാനം നൽകി അവരുടെ ഹൃദയം തകർന്നിരിക്കുന്ന വേളയിൽ ക്രിസ്തു അവരോട് വിട ചൊല്ലി പോകുന്നതായ വർത്തമാനം കേട്ട് വളരെ ദുഃഖിതരായിരിക്കുമ്പോൾ അവർക്ക് നൽകുന്ന ഒരു വാഗ്ദത്തമാണ്, നിങ്ങളുടെ ദുഃഖത്തിൽ നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ, നിങ്ങളോടുകൂടെ ഇരിക്കുവാൻ പരിശുദ്ധാത്മാവിനെ ഞാൻ നിയോഗിക്കുന്നു. 3, പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധ സാന്നിധ്യം. 3 P's ആണ് ഞാൻ പറഞ്ഞത്. 1, പെർസിക്യൂഷൻ. 2, പ്രൊട്ടക്ഷൻ. 3, പ്രസൻസ്. 1, പീഡനം. 2, പരിപാലനം. 3, പരിശുദ്ധ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. 1-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. വാക്യങ്ങൾ വായിച്ച് നമുക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 1-ാമത്തെ വാക്യം. നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. യേശു പറയുന്ന ഈ സംഭാഷണത്തിൽ പ്രമുഖമായ ഒരു വാക്കാണ് നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ. ഒരു മുന്നറിയിപ്പ് നൽകുന്ന കർത്താവിനെയാണ്. അഥവാ ഇടറിപ്പോകാനുള്ള സാധ്യതകൾ വളരെയാണ്. ഒരു ഫോർവാർണിംഗ് ആണ് നൽകുന്നത്, ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത്. ചില സാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം, എന്നാൽ അവയെ ബോധപൂർവം നിങ്ങൾ സ്വീകരിക്കുകയും അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുകയും ചെയ്യുമ്പോൾ ഇടറിപ്പോകുവാനുള്ള സാധ്യതകളിൽ നിന്നും നിങ്ങൾ അകന്നിരിക്കാനായിട്ട് സാധ്യതയുണ്ട്. When we are informed, there are certain challenges in front of us. ഒരുപക്ഷെ ചില അറിയിപ്പുകൾ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ സഹായിക്കുന്നതാണ്. ചില മുന്നറിയിപ്പുകൾ ഉചിതമായ തീരുമാനങ്ങളിലേക്ക് നമ്മെ നയിക്കുകയാണ്. പാതവക്കിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ റോഡിലൂടെയുള്ള നിങ്ങളുടെ വാഹനത്തിന്റെ വേഗത പരമാവധി ഇത്രയും കിലോമീറ്റർ ആണ് എന്ന് പറയുമ്പോൾ അതനുസരിച്ച് വാഹനം നിയന്ത്രിക്കാം എങ്കിൽ ഒരുപക്ഷെ നമ്മൾ എടുക്കുന്നതായ കർവ് സുരക്ഷിതമായി കർവ് എടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. യാത്ര സുരക്ഷിതമാകും. ചില മുന്നറിയിപ്പുകൾ അപകടങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനുള്ളതാണ്. യേശു കർത്താവ് പറയുകയാണ്, ഒരു പെർസിക്യൂഷൻ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ പെർസിക്യൂഷൻ വരുമ്പോൾ, പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഇടറിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇവിടെ ഇടറിപ്പോകുക എന്നുള്ളതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നതായ പദം സ്കാൻഡലോൺ എന്നുള്ള പദമാണ്. അതിന്റെ അർത്ഥം മനഃപൂർവമായും തന്ത്രപൂർവമായും നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. നിങ്ങളെ മനഃപൂർവമായി അപകടത്തിൽപ്പെടുത്തുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. There is a trap at every point of your ministry. എല്ലായ്പ്പോഴും ഒരുപക്ഷെ നിങ്ങളുടെ ശുശ്രൂഷയുടെ പന്താവുകളിൽ നിങ്ങളെ അപകടപ്പെടുത്തുവാൻ, ഇടറിപ്പോകുവാൻ, നിങ്ങൾ മറുതലിച്ചു പോകുവാൻ, നിങ്ങൾ ക്രിസ്തുവിനെ ഉപേക്ഷിച്ചു പോകുവാനുള്ള ധാരാളം സാധ്യതകളുണ്ട്. അതുകൊണ്ട് യു മസ്റ്റ് ബി കോൺഷ്യസ് അബൌട്ട് ദി സിറ്റുവേഷൻസ്, ദി സറൗണ്ടിങ്സ്, ദി പെർസിക്യൂഷൻ ദാറ്റ് യു ആർ ഗോയിങ് ടു കൺഫ്രണ്ട് വിത്ത്. നിങ്ങൾ അഭിമുഖീകരിക്കുവാനായിട്ട് പോകുന്ന പീഡനങ്ങളെക്കുറിച്ച്, വിഷയങ്ങളെക്കുറിച്ച്, സാഹചര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവുള്ളവരായിരിക്കണം. സ്കാൻഡലോൻ എന്നുള്ള വാക്കിന് ഒരു ട്രാപ്പ് എന്നുള്ളതാണ്. ഉദാഹരണമായി നമ്മൾ റാറ്റ് ട്രാപ്പ് ഗേജ് കണ്ടിട്ടുണ്ടാകും. ഈ ട്രാപ്പിലേക്ക് വരുന്നതായ ഈ എലി അല്ലെങ്കിൽ റാറ്റ്, അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഭക്ഷ്യവസ്തുവിനെ, അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന അതിനിഷ്ടമുള്ള ഭക്ഷണത്തെ ഈ എലി അതിൽ വന്ന് സ്പർശിക്കുമ്പോൾ ഈ സ്പ്രിങ് വളരെ വേഗത്തിൽ ചലിച്ച് ഇതിന്റെ കവാടം, ഇതിന്റെ ഡോറ് അടഞ്ഞു പോകും. ഇത്തരത്തിലുള്ള വളരെ വേഗതയിലുള്ള, നിങ്ങളൊരു പക്ഷെ പെട്ടെന്ന് ഇടറിപ്പോകുവാനുള്ള സാധ്യത എന്നതാണ് സ്കാൻഡലോൺ എന്നുള്ള വാക്കിന്റെ അർത്ഥം. നിങ്ങൾ അറിയാതെ വേഗത്തിൽ ഒരുപക്ഷെ
നിങ്ങൾ മാറിപ്പോകാനായിട്ട് സാധ്യതയുണ്ട് എന്ന് ഓർപ്പിക്കുന്നു. മറ്റൊരു ഉദാഹരണം, ചൂണ്ടയിൽ ഇര കൊളുത്തിയതിനു ശേഷം മത്സ്യത്തെ ആകർഷിക്കുന്ന പ്രകാരം ഒരുപക്ഷെ ആ ഭക്ഷ്യവസ്തുവിനെ സ്പർശിക്കുമ്പോൾ അതിൽ കുരുക്കപ്പെടുന്നതായ മത്സ്യത്തെ പോലെ ഒരുപക്ഷെ നിങ്ങളും ഇടറിപ്പോകാനായിട്ട് അല്ലെങ്കിൽ വീണുപോകുവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്കാൻഡലോൺ എന്നുള്ള വാക്ക്, ഇടറിപ്പോകുക എന്ന വാക്കിന്റെ അർത്ഥം മനഃപൂർവമായി തെറ്റിപ്പോകുക എന്നുള്ളതിനേക്കാൾ അപ്പുറമായി നിങ്ങളെ തെറ്റിച്ചു കളയുവാനായിട്ടുള്ള ആളുകളുടെ സംഘം അല്ലെങ്കിൽ അപ്രകാരമുള്ള കുടുക്കുകൾ നിങ്ങളെ ഒരുപക്ഷെ കാത്തിരിക്കുകയാണ്. അതിൽ വീണുപോകുവാനായി സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നെ അനുഗമിക്കുമ്പോൾ വരുവാനായിട്ട് പോകുന്നതായ പ്രതിസന്ധികളെ കൂടെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് വേണം യാത്ര ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്നെ അനുധാവനം ചെയ്യേണ്ടത്. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതായ ഈ ചുമതല അത്ര സുഖകരമായ ഒരു ചുമതല, ഒരു മിനിസ്ട്രിയാണ് എന്ന് പറയുന്നില്ല. പരീക്ഷകളുണ്ട്, പ്രലോഭനങ്ങളുണ്ട്, ഇടറിപ്പോകുവാൻ, ക്രിസ്തുവിൽ നിന്ന് മാറിപ്പോകുവാനുള്ള സാധ്യതകൾ ധാരാളമുണ്ട്. ഒരാൾ ഇപ്രകാരം പറയുകയുണ്ടായി, ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു ക്രിയേറ്റ് എ സ്പേസ് വിത്തൗട്ട് ടെംപ്റ്റേഷൻ. പ്രലോഭനരഹിത ഇടം സൃഷ്ടിക്കപ്പെടുക എന്നുള്ളത് അസാധ്യമാണ്. യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ നമുക്കറിയാം. പരിശുദ്ധാത്മാവ് യേശുവിനെ യഹൂദിയ മരുഭൂമിയിലേക്ക് നയിക്കുമ്പോൾ പിശാച് യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കുവാനായിട്ട് അടുത്ത് ചെല്ലുന്നു. യേശു ഒരുപക്ഷെ അവിടെ ഇടറിപ്പോകാൻ സാധ്യതയുണ്ടായിരുന്നു, ഒരുപക്ഷെ അവിടെ മാറിപ്പോകുവാൻ സാധ്യതയുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ട്രാപ്പുകളാണ്, അത്തരത്തിൽ ഉള്ളതായ സാഹചര്യമാണ് ആ മരുഭൂമിയുടെ അന്തരീക്ഷത്തിൽ ക്രിസ്തുവിന്റെ മുമ്പാകെ ഇവിടെ പിശാച് പ്രതിഷ്ഠിച്ചത്. അതുകൊണ്ട് ശിഷ്യന്മാരോട് പറയുകയാണ്, ഇറ്റ് ഈസ് എ വാർണിംഗ്. I just tell you that you may have to confront with certain challenges. ഒരുപക്ഷെ ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. ഞാൻ നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ തികഞ്ഞ ബോധ്യത്തോടുകൂടെ ആയിരിക്കണം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുവാനായിട്ട് ഉള്ളത്. 3 പ്രധാനപ്പെട്ട വിഷയങ്ങളെയാണ് യേശു കർത്താവ് ഇവിടെ പറയുന്നത്. 3 പ്രധാന വിഷയങ്ങളിൽ ഇടറിപ്പോകുവാൻ സാധ്യതയുണ്ട് എന്ന് യേശു കർത്താവ് പറയുന്നു. 2-ാമത്തെ വാക്യം മുതൽ 4-ാമത്തെ വാക്യം വരെ ഇവിടെ പറയുന്നത് വായിക്കുകയാണ്. അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടന്മാരാക്കും, അത്രയുമല്ല നിങ്ങളെ കൊല്ലുന്നവൻ എല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. അവർ പിതാവിനെയും എന്നെയും അറിയായ കൊണ്ട് ഇങ്ങനെ ചെയ്യും. 2-3 വാക്യങ്ങളാണ് ഇപ്പോൾ വായിച്ചത്. ഇവിടെ 3 കാര്യങ്ങളാണ് പറയുന്നത്. പെർസിക്യൂഷന്റെ, പീഡനത്തിന്റെ 3 അടയാളങ്ങൾ ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. 1, നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. പള്ളിയിൽ നിന്ന്, സിനഗോഗുകളിൽ നിന്ന്, ദേവാലയ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങളെ മാറ്റിക്കളയും. 2, നിങ്ങളെ ഇല്ലാതാക്കും, നിങ്ങളെ കൊന്നുകളയും. 3-ാമത് മത ചൂഷണത്തിന് വിധേയരായി മാറേണ്ടതായി വരും. 1 പറയുന്നത് എക്സ്കമ്മ്യൂണിക്കേഷൻ, പള്ളി ഭ്രഷ്ടരാക്കും. 2, എക്സ്റ്റർമിനേഷൻ, നിങ്ങളെ സമൂലമായി ഇല്ലാതാക്കും അഥവാ നിങ്ങളെ കൊന്നുകളയും. 3, എക്സ്പ്ലോയിറ്റേഷൻ, സ്പെഷ്യലി വിത്ത് റിഗാർഡ് ടു റിലിജിയൻ ഓർ റിലീജിയസ് എക്സ്പ്ലോയിറ്റേഷൻ, മതപരമായ ദൈവത്തിന്റെ പേരിൽ നിങ്ങൾ ചൂഷണത്തിന് വിധേയരാകും. 1-ാമത് പറയുന്നു നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും, എക്സ്കമ്മ്യൂണിക്കേഷൻ. They will be excommunicated from their own religion. മതപരമായ അനുഭവങ്ങളിൽ നിന്നും നിങ്ങൾ പുറന്തള്ളപ്പെടും. വിശുദ്ധ യോഹന്നാൻ 9-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവനെ ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവൻ പള്ളി ഭ്രഷ്ടനാകണം എന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞൊത്തിരുന്നു. യേശുവിനെ ക്രിസ്തു എന്ന് പറയുന്ന ഏതൊരുവനെയും പള്ളിയിൽ നിന്ന് മാറ്റണം, അവരുടെ പേര് ആ പള്ളിയിൽ നിന്നും നീക്കിക്കളയണമെന്ന് പറയുന്നു. അഥവാ മതപരമായ വിലക്ക് ഉണ്ടാകുകയാണ്. ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇപ്പോഴും മതപരമായ വിലക്കുണ്ടായാൽ സംഭവിക്കുന്നത് സാമൂഹികമായ ഒരു സോഷ്യൽ എക്സ്കമ്മ്യൂണിക്കേഷൻ കൂടെയാണ് സംഭവിക്കുന്നത് എന്നറിയാം. ഇന്നും പല മതങ്ങളിലും ഇത് നിലനിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ആദിവാസി സമൂഹങ്ങളിൽ, മേഖലകളിലൊക്കെ തന്നെ യേശു കർത്താവിനെ സ്വീകരിച്ചതിന്റെ ഫലമായി അവരുടെ പാരമ്പര്യ സ്വത്തും അവരുടെ ഭവനവും അവരുടെ വീടും അവരുടെ വസ്തുവകകളും ആടുമാടുകളും ഒക്കെ ഉപേക്ഷിക്കപ്പെട്ട്
അവർ പാർക്കുന്ന ഇടത്തിൽ നിന്നും അവർ പലയിടങ്ങളിലേക്ക് മാറിപ്പോകേണ്ടതായി വരികയും അഥവാ പലായനം ചെയ്തു പോകേണ്ടതായി വരികയും ചെയ്തതായ സംഭവങ്ങൾ നമുക്ക് അറിയാം. പല ആദിവാസി പരിസരങ്ങളിലും ഇത് സംഭവിക്കുന്നതായിട്ട് നമുക്ക് അറിയാം. കർത്താവ് അതുകൊണ്ട് ശിഷ്യന്മാരോട് വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങൾ എന്നെ ക്രിസ്തു എന്ന് അംഗീകരിച്ചാൽ, നിങ്ങൾ എന്നെ ക്രിസ്തു എന്ന് സ്വീകരിച്ച് എന്നെ അനുധാവനം ചെയ്താൽ നിങ്ങൾക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ നിങ്ങൾ ഒരുപക്ഷെ ഇടറിപ്പോകാൻ സാധ്യതയുണ്ട്, നിങ്ങൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സമൂഹം നിങ്ങളെ മാറ്റി നിർത്തുമ്പോൾ ഈ കർത്താവിനെ തള്ളി പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓർത്തിരിക്കുക, പള്ളി ഭ്രഷ്ടരാക്കുമ്പോൾ, പള്ളിയിൽ നിന്ന് നിങ്ങൾ അന്യരാകുമ്പോൾ, നിങ്ങളുടെ മതവിഭാഗത്തിൽ നിങ്ങൾ അന്യരാകുമ്പോൾ, സമൂഹത്തിൽ വിലക്ക് നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരുമ്പോൾ കർത്താവിനെ മറന്നു കളയുവാനായിട്ട് പാടില്ല. രണ്ടാമത്തെ വിഷയം കർത്താവ് പറയുന്നു, എക്സ്റ്റർമിനേഷൻ. നിങ്ങളെ കൊന്നുകളയുവാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങളുടെ നാശത്തിനും നിങ്ങളുടെ മരണത്തിനും കാരണമാകുന്ന വിഷയത്തിൽ നിങ്ങൾ യേശു കർത്താവിന്റെ മുമ്പാകെ എങ്ങനെയായിരിക്കും നിങ്ങളുടെ വിശ്വാസത്തിന്റെ ശബ്ദം ഉയരുക? നിങ്ങൾ സീസറാണ് രാജാവെന്ന് പറയുമോ, അതോ യേശു ക്രിസ്തുവാണ് എന്റെ രാജാവും എന്റെ രക്ഷിതാവും എന്ന് പറയുമോ? മരണത്തിന്റെ മുമ്പിൽ പതറിപ്പോകുന്ന അനുഭവങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ ഇടറിപ്പോകുന്ന അനുഭവങ്ങളുണ്ട്. മരണഭാഷങ്ങളെ ഭയന്ന് നിങ്ങൾ ഒരുപക്ഷെ ഈ ശുശ്രൂഷയിൽ നിന്നും മാറിപ്പോകുവാനായിട്ട് സാധ്യതയുണ്ട് എന്ന് ക്രിസ്തു ഓർപ്പിക്കുകയാണ്. ആദിമ സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അനുഭവത്തിലൂടെ ഈ ശിഷ്യന്മാർ കടന്നുപോയതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ വായിക്കട്ടെ. ഒന്ന്, ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 9 വേഴ്സസ് 23 to 24. അവിടെ ശൗലിനെ കൊല്ലുവാൻ രാവും പകലും ആ പട്ടണത്തിലേക്ക് ശൗൽ വന്നാൽ, അവനെ അവിടെ വെച്ച് കണ്ടാൽ അവിടെ വെച്ച് പിടിച്ച് കൊന്നുകളയുവാൻ തക്കവണ്ണം യഹൂദന്മാർ കാത്തിരിക്കുന്നതിനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു ഉദാഹരണം ആക്ട്സ് 21 വേഴ്സസ് 27 to 31. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 21-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, പൗലോസിനെ ആസ്യക്കാരായ യഹൂദന്മാരുടെ നേതൃത്വത്തിൽ പിടികൂടി വലിച്ചിഴച്ച് പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്നു. യെരുശലേമിൽ വെച്ചാണ് സംഭവിക്കുന്നത്. അപ്പോൾ യെരുശലേം ആകമാനം ഇളകി, ജനമെല്ലാം വലിയ ഒരാൾക്കൂട്ട വിഷയങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പടയാളികളിൽ പട്ടാളക്കാർ വന്ന് ജനക്കൂട്ടത്തെ അമർച്ച ചെയ്യുകയും പൗലോസിനെ തടവിലാക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന ഭാഗം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയുടെ പുസ്തകത്തിലുണ്ട്. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാൾ കൊണ്ട് ഹേരോദാവ് കൊല്ലുന്നതും ഈ വേദപുസ്തക പശ്ചാത്തലത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇടറിപ്പോകാതിരിപ്പാൻ പെർസിക്യൂഷൻസ് ഉണ്ടാകുമ്പോൾ, നിങ്ങളുടെ നാശത്തിന് മരണത്തിന് എക്സ്റ്റർമിനേഷൻ ഉണ്ടാകുമ്പോൾ, സഫറിങ്സ് ഉണ്ടാകുമ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ വേദപുസ്തക ചരിത്രം, ആദിമ സഭയുടെ വിശ്വാസ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ഞാൻ പറഞ്ഞതുപോലെ പ്ലേറോമ പരിശുദ്ധാത്മാവ് സമ്പൂർണമായി അവരിൽ തിങ്ങി നിറഞ്ഞതുകൊണ്ട്, അവർ പരിശുദ്ധാത്മാ അഭിഷേകം ചെയ്യപ്പെട്ടവരായി മാറിയതുകൊണ്ട് അവർ ഭ്രമിച്ചു പോകാതെ, ഭയന്നു പോകാതെ ഈ കർത്താവിന്റെ ശുശ്രൂഷ ഏറ്റവും ഫലകരമായി തീർത്തു എന്നുള്ളത് കാണാൻ സാധിക്കും. രണ്ട് വിഷയങ്ങളാണ് ഞാൻ ഒന്നാമതായി പറഞ്ഞത്. ഒന്ന്, നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. രണ്ട്, നിങ്ങളെ കൊന്നുകളയുവാൻ തക്കവണ്ണം ആളുകളുണ്ടാകും, നിങ്ങൾ കൊല ചെയ്യപ്പെടും. മൂന്നാമതായി പറയുന്നത് എക്സ്പ്ലോയിറ്റേഷൻ. അത് മതത്തിന്റെ പേരിലാണ്. കൊല്ലുന്നത് ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന നാഴിക വരുന്നു എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. അഥവാ ശിഷ്യന്മാരെ കൊല്ലുക എന്നുള്ളത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്, കർത്താവിന് ഒരു ഓഫറിംഗ്, ഒരു യാഗം, ഒരു വഴിപാട് അർപ്പിക്കുന്നു എന്ന രീതിയിലാണ് അവർ ആ വിഷയത്തെ കാണുന്നത്. സോ കില്ലിംഗ് ഇൻ ദ നെയിം ഓഫ് റിലിജിയൻ, അവരുടെ ആധ്യാത്മികത മതഭ്രാന്ത് നിറഞ്ഞതായി തീരുകയാണ്. എക്സ്പ്ലോയിറ്റിംഗ് റിലിജിയൻ ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് എ ഫേവർ ഫോർ ദെയർ ആക്ഷൻ. അവർ ചെയ്യുന്നതായ പ്രവൃത്തികളെ സാധൂകരിക്കുവാൻ ആ ദൈവത്തിന്റെ നാമം എടുത്ത് ഉപയോഗിക്കുന്നതായി കാണാനായിട്ട് കഴിയുന്നുണ്ട്. യേശു കർത്താവ് ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചോ? യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ മതത്തിന്റെ പേരിൽ നിങ്ങളെ ആക്ഷേപിക്കുകയും നിങ്ങളെ കൊല്ലുവാൻ പിടിക്കപ്പെടുകയും നിങ്ങളെ കൊല്ലുകയും ചെയ്യുമെന്ന് പറഞ്ഞതായ അതേ വാക്കുകൾ ഇവിടെ നിറവേറപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്തേഫാനോസിനെ
മുന്നിൽ പിടിച്ചു നിർത്തിയതിനു ശേഷം അവർ ഉയർത്തിയതായ ആരോപണം സ്തേഫാനോസ് മതനിന്ദ പറഞ്ഞു എന്നുള്ളതാണ്. നസ്രയനായ യേശു ഈ സ്ഥലം നശിപ്പിച്ചു, യെരൂശലേം നശിപ്പിച്ചു എന്നുള്ളതാണ്. മോശയുടെ മര്യാദകളെ മാറ്റിക്കളഞ്ഞു എന്ന് കള്ളസാക്ഷ്യം പറയുന്നതായ ഭാഗം. തുടർന്ന് 7-ാമത്തെ അധ്യായം അവസാനിക്കുമ്പോൾ സ്തേഫാനോസ് കല്ലെറിഞ്ഞ് കൊലയപ്പെടുന്നതായി കാണാൻ സാധിക്കുന്നു. എന്നാൽ മതം ഫാസിസം അല്ല. എന്നാൽ മതം ഫാസിസ്റ്റ് ശക്തികളുടെ കേന്ദ്രമല്ല. ക്രിസ്തു മതം നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹിക്കുവാനാണ്. കാരണം ക്രിസ്തു സ്നേഹം തന്നെയായിരുന്നു. വിശുദ്ധ യോഹന്നാൻ പറയുന്നുണ്ട് ദൈവം സ്നേഹം തന്നെ എന്നുള്ളത്. അതുകൊണ്ട് ഒരു ഫാസിസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് മതത്തിന്, ക്രൈസ്തവ മതത്തിനില്ല. അടിച്ചമർത്തപ്പെടലിന്റേതോ മത തീവ്രവാദത്തിന്റേതായ അനുഭവങ്ങൾ ക്രൈസ്തവ മതത്തിലില്ല. ക്രൈസ്തവ മതം എല്ലാവരെയും സ്നേഹിക്കുവാൻ പഠിപ്പിക്കുകയാണ്. ഒരു ജഗട്ടത്തെ അടിക്കുന്നവന് മറു ജഗടും കൂടെ കാണിച്ചു കൊടുക്കുവാൻ ക്രിസ്തു പറഞ്ഞു. വസ്ത്രം എടുത്താൽ പുതപ്പും കൂടി വിട്ടുകൊടുക്കുവാൻ പറഞ്ഞു. 1 നാഴിക യാത്ര ചെയ്യുവാൻ കൂടെ സഞ്ചരിക്കാൻ പറഞ്ഞാൽ 2 നാഴിക അവനോടൊപ്പം യാത്ര ചെയ്യുവാൻ പറയുന്നു. പത്രോസിനോട് പറഞ്ഞു, നിന്റെ വാൾ ഉറയിൽ ഇടുക, വാളെടുക്കുന്നവനെല്ലാം വാളാൽ നശിക്കും. ഒറ്റുകാരനായ യൂദായെ കർത്താവ് ഇങ്ങനെ വിളിച്ചു, സ്നേഹിത. യൂദായോട് ചോദിക്കുകയാണ്, സ്നേഹിത നീ വന്ന കാര്യമെന്ത്? ഫ്രണ്ട്, വൈ ഹാവ് യു കം? തന്നെ ഒറ്റുകൊടുക്കുവാൻ, അപ്രകാരം പിടിച്ചുകൊണ്ട് കൊല്ലുവാൻ വരുന്ന സംഘത്തോട് ചേർന്ന് നിൽക്കുന്നതായ യൂദാ ഇസ്കരിയോത്താവിനോട് കർത്താവ് പറയുകയാണ്, സ്നേഹിത നീ വന്ന കാര്യമെന്ത്? ഒരുവനെ സ്നേഹിത എന്ന് വിളിക്കുവാൻ, ഉപദ്രവിക്കുന്നവനെ, ക്രൂശിലേക്ക് നയിക്കപ്പെടുവാൻ സാഹചര്യം ഒരുക്കുന്നവനെ സ്നേഹിത എന്ന് വിളിക്കുന്ന ക്രൈസ്തവ മതം, ഈ മതത്തിന്റെ ഭാഗമായി ഞാനും നിങ്ങളും തീർന്നതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഈ ക്രിസ്തു നമ്മെ ഏറ്റെടുത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ക്രിസ്തുവിന്റെ വേല നിർവഹിപ്പാൻ. അവിടെ നമുക്ക് പെർസിക്യൂഷൻസ് ഉണ്ട്. നമ്മെ ഒരുപക്ഷെ ആളുകൾ നിന്ദിക്കുന്നതായ സാഹചര്യം ഉണ്ടായേക്കാം. നമ്മളെ ഒരുപക്ഷെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. പള്ളിയിൽ ആരാധനകളിൽ പോകുന്നതിന് വിലക്ക് ഏർപ്പെടുന്നതായ സാമൂഹ്യ അന്തരീക്ഷങ്ങൾ ഉണ്ടായി എന്ന് വന്നേക്കാം. ഇവിടെ പറയുകയാണ്, ഒരുപക്ഷെ കൊല്ലുന്നത് മതത്തിന്റെ പേരിൽ വലിയ നന്മയാണ് എന്ന് ചിന്തിക്കുന്നതായ ആളുകളും ഒരുപക്ഷെ ഉണ്ടായേക്കാം. നമുക്കറിയാം, ഈ കാലങ്ങളിലൊക്കെ ക്രൈസ്തവ സഭ കടന്നുപോയതായ അനുഭവങ്ങൾ. ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഗ്രഹാം സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിന്റെ 2 മക്കളെയും ഒറീസയിൽ വെച്ച് അവിടെയുള്ള മിഷണറി പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്റെ ജീപ്പിൽ വാഹനത്തിൽ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു കൂട്ടം ആളുകൾ വന്ന് അദ്ദേഹവും കുഞ്ഞുങ്ങളും ഉറങ്ങിക്കിടന്നതായ ഈ വാഹനം തീ വെച്ച് അവരെ ചുട്ടുകൊന്നതായ സംഭവം നമുക്കറിയാം. പ്രിയമുള്ളവരെ, മത തീവ്രവാദം, അപ്രകാരമുള്ള അനുഭവങ്ങൾ, സാഹചര്യങ്ങളുണ്ട്. ക്രിസ്തു പറഞ്ഞതായ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ സംഭവിച്ചേക്കാം. ഞാനും നിങ്ങൾ ഇതൊക്കെയും സ്വീകരിപ്പാൻ തൊക്കവണ്ണം ആത്മീയമായി ബലപ്പെട്ടിട്ടുണ്ടോ, ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഒരുപക്ഷെ ശിഷ്യന്മാരെ പോലെ താഴോട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയും, ഈ ശിഷ്യന്മാർ തളർന്നുപോയി, അവർ ദുഃഖിച്ചു. അതുപോലെ ഒരുപക്ഷെ ഞാനും നിങ്ങളും ഒക്കെ ആയിരുന്നാലും എന്നെ നിങ്ങളെ ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവാൻ ദൈവം ഇന്ന് നമ്മോടുകൂടെ വസിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്രകാരം ഉള്ള ഒരു ക്രൈസ്തവ മതത്തിന്റെ ഭാഗമാണ് ഞാനും നിങ്ങളും. ഒരു ചെകിടടിക്കുമ്പോൾ മറ്റേ ചെകിടൂടെ കാണിച്ചു കൊടുക്കുന്നു. വചനം പറയുന്നു, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ കുഞ്ഞാട് പോലെ ക്രിസ്തു നിൽക്കുന്നതായി പറയുന്നു. ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു തന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായി കാണാം. ഒരു ദുഷിവാക്കും പറയാതെ ക്രിസ്തു ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുമ്പോൾ, പ്രിയമുള്ളവരെ, ക്രൈസ്തവ ജീവിതത്തിന്റെ അന്തസ്, ക്രൈസ്തവ ജീവിതത്തിന്റെ മര്യാദ അത് സ്നേഹമാണ്. ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാനം അത് സ്നേഹമാണ്, ഫാസിസമല്ല. ക്രിസ്തു അത് പഠിപ്പിക്കുന്നുമില്ല. എന്നാൽ ക്രിസ്തു പറയുകയാണ്, ഇടറിപ്പോകുന്ന 3 സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. 1 എക്സ്കമ്മ്യൂണിക്കേഷൻ, 2 എക്സ്റ്റർമിനേഷൻ, 3 എക്സ്പ്ലോയിറ്റേഷൻ. മതഭ്രഷ്ട്, നിങ്ങളെ ഇല്ലാതാക്കുവാൻ, നിങ്ങളെ കൊന്നുകളയുവാനുള്ള സാധ്യതകൾ. മതത്തിന്റെ പേരിൽ നിങ്ങൾ ചൂഷണം ചെയ്യുമ്പോഴും നിങ്ങൾ ഇടറിപ്പോകാൻ സാധ്യതയുണ്ട്. അവിടെ നിങ്ങളെ ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവാൻ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നതായ ക്രിസ്തുവിനെ വേദഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് പറയുന്നുണ്ട്. ക്രിസ്ത്യ മതത്തിന് മറ്റൊരു പ്രത്യേകത കൂടെയാണ്. അവിടെ ശിഷ്യന്മാരെ ഒന്നുമല്ല ന്യായീകരിക്കുന്നത്. നിങ്ങൾ നല്ലവരായിരുന്നു, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വന്നല്ലോ എന്നല്ല പറഞ്ഞത്. മറിച്ച് നിങ്ങളെ എതിർക്കുന്നവരെ, നിങ്ങളെ കൊല്ലുവാനായിട്ട് വരുന്നവരെ, നിങ്ങളുടെ പീഡകന്മാർ, അവർ പിതാവിനെയും എന്നെയും അറിയാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ് എന്നത്രേ പറയുന്നത്. മതത്തിന്റെ പേരിൽ ഉപദ്രവിച്ചവരെ ഒരുപക്ഷെ പിതാവായ ദൈവത്തെയും ക്രിസ്തുവിനെയും അവർ അറിയുമ്പോൾ അവരും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരും. അവർ എന്നും പീഡകന്മാരായിട്ട്, അവരെന്നും ഉപദ്രവിക്കുന്നവരായിട്ട്, അവരെന്നും കൊള്ളാത്തവരായിട്ട് ക്രിസ്തു ഇവിടെ കാണുന്നില്ല.
അവർ ഒരു ഫാസിസ്റ്റ് ശക്തികളായിട്ടും ക്രിസ്തുമതം ചിന്തിക്കുന്നില്ല. ക്രിസ്തു പറയുന്നത് പിതാവിനെയും ക്രിസ്തുവിനെയും അവർ അറിഞ്ഞിട്ടില്ല, അത്രമാത്രമേ പറയുന്നുള്ളൂ. പിതാവിനെയും പുത്രനെയും അറിഞ്ഞിട്ടില്ല എങ്കിൽ പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിനെയും അവർ അറിഞ്ഞിട്ടില്ല. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ പിടിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അവരും ഈ വലിയ ആത്മീയ അനുഭവത്തിലേക്ക് കടന്നു വരും, യാതൊരു സംശയമില്ല. എന്നാൽ പേഴ്സിക്യൂഷന്റെ നാഴിക വരുന്നു, അത് വ്യക്തമായി പറയുകയാണ്. വളരെ കൃത്യമായി കർത്താവ് പറയുകയാണ്. എക്സ്കമ്മ്യൂണിക്കേഷൻ, എക്സ്റ്റർമിനേഷൻ, എക്സ്പ്ലോയിറ്റേഷൻ. ചില വിഭാഗങ്ങൾ ഇതെല്ലാം ഒഴിവാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഉപവസിച്ച് പ്രാർത്ഥിക്കും, ഇതൊന്നും ഉണ്ടാകരുത്. എല്ലാം ഒരു പ്രോസ്പെരിറ്റി ഗോസ്പലിന്റെ അടിസ്ഥാനത്തിൽ ആത്മീയ ജീവിതം നയിക്കുന്നവരാണ്. ആത്മീയ വ്യാപാരം നടത്തി അല്ലെങ്കിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങളിൽ ഭൗതിക കാര്യങ്ങൾ നേടിയെടുക്കുവാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. Our religion is not a religion of prosperity. Our religion is a religion of love. Our religion is a religion of bearing the pain of the other. Our religion is the religion of oneness. Our religion is the religion of people who are praying for the persecutors. തങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായ അനുഭവമാണ്. ക്രിസ്തു പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങൾ ഉണ്ട്, എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കഷ്ടങ്ങളില്ലെന്നല്ല പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ കഷ്ടങ്ങളുണ്ട്, എന്നാൽ അതിനെയൊക്കെ അതിജീവിപ്പാൻ തക്കവണ്ണമുള്ള പരിശുദ്ധാത്മാ ശക്തി നിങ്ങൾക്ക് ലഭ്യമായിരിക്കുകയാണ്. 4-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ കർത്താവ് വ്യക്തമായി ഒരു കാര്യം കൂടെ പറയുകയാണ്. ആദിയിൽ ഞാൻ ഇത് പറയാഞ്ഞത് ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുന്നത് കൊണ്ടത്രേ. ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ വിട്ട് ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പായി ക്ലിയർ കട്ടായിട്ട് വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു. അവരെ പറ്റിക്കുന്ന, ചതിക്കുന്ന, അവരെ ഒരു കൊലക്കളത്തിലേക്ക് നയിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചല്ല, ബോധ്യത്തോടുകൂടെ ഈ ശുശ്രൂഷ ഏറ്റെടുക്കുവാനായിട്ടാണ് ക്രിസ്തു അവരെ പഠിപ്പിക്കുന്നത്. ഇവിടെ പറയുകയാണ്, ആദിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരുപക്ഷെ അല്പമായിട്ടായിരിക്കാം, എന്നാൽ ഇപ്പോൾ ഞാൻ നിങ്ങളോട് വ്യക്തമായി കാര്യങ്ങൾ പറയുകയാണ്. ആദിയിൽ എന്നുള്ള വാക്കിന് ഇൻ ദി ഏർലി പാർട്ട് ഓഫ് ക്രൈസ്റ്റ് മിനിസ്ട്രി എന്നുള്ളതാണ്. കഷ്ടതയുടെ അനുഭവങ്ങളെ കുറിച്ച് ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്, യാതൊരു സംശയമില്ല. എന്നാൽ അത് വ്യക്തമായി അവർക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഇല്ല എന്ന് പറയേണ്ടതായിട്ട് വരും. കാരണം അവർ യേശുവിനെ ഒരു മെസ്സിഹായായിട്ടും ദാവീദിന്റെ പകരക്കാരനായി, അവരുടെ രാജാതിരാജാവായി അല്ലെങ്കിൽ അവരുടെ രാജാവായി, അവർക്ക് നേതാവായി തീരുമെന്നും യാക്കോബും യോഹന്നാനും വിചാരിക്കുന്ന പോലെ ഇടത്തും വലത്തും ഇരിക്കുവാനായിട്ടുള്ള വരം ലഭിച്ചുകൊണ്ട് അവനോടൊപ്പം ഈ അധികാരം പങ്കിടാമെന്നൊക്കെ വിചാരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ തിയോക്രസിയെ കുറിച്ചായിരിക്കും ഒരു പക്ഷേ അവർ വിചാരിച്ചുകൊണ്ടിരുന്നത്. ദൈവത്തിന്റെ ഒരു രാഷ്ട്രീയ ഇസ്രായേൽ എന്നുള്ള ഒരു രാഷ്ട്രത്തെക്കുറിച്ച് അവിടെ ക്രിസ്തു അവരുടെ രാജാവായി തീരുന്നു എന്നുള്ള അനുഭവത്തിലായിരിക്കാം ഇവർ കരുതിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് പറഞ്ഞ പല വിഷയങ്ങളും അതിന്റെ ആഴം മനസ്സിലാക്കുവാൻ ശിഷ്യന്മാർക്ക് കഴിയാതെ പോയി കാണും എന്നത്രേ ചിന്തിക്കേണ്ടിയിരുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മുമ്പ് ക്രിസ്തു പീഡാനുഭവങ്ങളെ കുറിച്ച് പറയുന്ന ചില ഭാഗങ്ങൾ ഒന്ന് വായിച്ചാൽ നമുക്ക് അത് വ്യക്തമാകും. ഒന്ന്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 10, 11, 12 വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്റെ പർവ്വത പ്രസംഗത്തിൽ യേശു പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. 10-ാമത്തെ വാക്യം, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. ഉപദ്രവത്തെക്കുറിച്ച് ക്രിസ്തു പറയുന്നുണ്ട്, കഷ്ടതയെക്കുറിച്ച് പറയുകയാണ്. 11-ാമത്തെ വാക്യം, എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും, ക്രിസ്തുവിന്റെ നാമനിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുമെന്നും ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. 12-ാമത്തെ വാക്യം, നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചല്ലോ. പഴയ നിയമവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പഴയ നിയമ കാലഘട്ടങ്ങളിൽ അവർ അനുഭവിച്ചതായ അവരുടെ ജീവിതാനുഭവങ്ങളിൽ ഏൽക്കേണ്ടതായ കഷ്ടതയും കൂടെ പറയുമ്പോൾ പ്രവാചകന്മാരെ മുൻനിർത്തിയാണ് പറയുന്നത്. രണ്ടാമത്തെ ഒരു ഉദാഹരണം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ദുഃഖിക്കുവാൻ കഴിയുകയില്ല, മണവാളൻ പിരിഞ്ഞു പോകേണ്ടുന്ന നാൾ വരും, അന്ന് അവർ ഉപവസിക്കും. മറ്റൊരു ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം, ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ പറയുന്ന ഈ സഹന അനുഭവങ്ങൾ ഒരുപക്ഷെ വ്യക്തതയോടുകൂടെ ശിഷ്യന്മാർക്ക് മനസ്സിലാകുവാനായിട്ട് കഴിയുന്നില്ല എന്ന് വേണം മനസ്സിലാക്കുവാൻ, ഒരുപക്ഷെ ചിന്തിക്കുവാനായിട്ട്. എന്നാൽ വളരെ വ്യക്തമായി യേശു കർത്താവ് ഇവിടെ പറയുകയാണ്, തന്റെ അവസാന സംഭാഷണത്തിൽ, അവസാന മീറ്റിംഗിൽ പറയുകയാണ്, ഫെയർവെൽ ഡിസ്കോഴ്സ് ഓഫ് ജീസസ്,
യേശു കർത്താവിന്റെ ഉപസംഹാര വാചകങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ ശുശ്രൂഷകളിൽ നിങ്ങൾ നേരിടേണ്ടതായ ചില സാഹചര്യങ്ങൾ, പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ അവയെ നേരിടേണ്ടതായിട്ട് വരും. അടുത്ത ഒരു വിഭാഗത്തിലേക്ക് നമ്മൾ പോകുകയാണ്. ഒന്നാമതായി നമ്മൾ പറഞ്ഞത് പെർസിക്യൂഷൻ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. രണ്ടാമത് പ്രൊട്ടക്ഷൻ, പരിപാലനം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് 5 മുതൽ ഉള്ള വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. 5 മുതലുള്ള വാക്യങ്ങളിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ പറയട്ടെ. ഒന്ന്, their സൈലൻസ്, അവർ ഒരു വാക്ക് ഉരിയാടാതെ ഇരുന്നു. രണ്ടാമത്, their സോറോഫുൾ ഹാർട്ട്, അവരുടെ തകർന്ന ഹൃദയം, അവരുടെ ജീവിതത്തിന്റെ ദുഃഖ സന്ദർഭങ്ങൾ. മൂന്നാമതായി വേദഭാഗത്ത് കാണുന്നത്, they became very significant by the power of the Holy Spirit, or they will be becoming great people by the power of the Holy Spirit. ഈ ഭാഗത്ത് പരിശുദ്ധാത്മാവിനെ യേശു കർത്താവ് വാഗ്ദാനം ചെയ്യുകയാണ്. 5-ാമത്തെ വാക്യം മുതൽ വായിച്ചു പോകാം. ഇപ്പോഴോ ഞാൻ എന്നെ അയച്ചവന്റെ അടുക്കൽ പോകുന്നു, നീ എവിടെ പോകുന്നു എന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല. യേശു കർത്താവിന്റെ ഫെയർവെൽ ഡിസ്കോഴ്സ് ആണെന്ന് പറഞ്ഞല്ലോ. കർത്താവ് ക്രൂശിലേക്ക് പോകുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടും ശിഷ്യന്മാർ ഒന്നും മിണ്ടുന്നില്ല. കർത്താവ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, ഞാൻ എന്റെ പിതാവിന്റെ അടുക്കിലേക്ക് പോവുകയാണ്, എന്റെ വേലയൊക്കെയും എന്റെ ശുശ്രൂഷകളൊക്കെയും ഞാൻ പൂർത്തീകരിച്ചു, ഇനി എന്റെ പിതാവിന്റെ അടുക്കിലേക്ക് ഞാൻ പോകുകയാണ്. ഇത് കേട്ടിട്ട് ശിഷ്യന്മാർക്കുണ്ടാകുന്ന 2 അനുഭവങ്ങളാണ്. ഒന്ന്, they became silent, അവർ നിശബ്ദരായി തീരുകയാണ്. എന്തുകൊണ്ടാണ് സൈലന്റായി മാറിയത് എന്നുള്ളത്? അവർ ഉരിയാടാതെ ഒന്നും മിണ്ടുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് അവർ നിബന്ധിച്ചു പോയെന്നാണ് അർത്ഥം. യേശുക്രിസ്തുവിന്റെ അവരിൽ നിന്നുള്ള ഈ മാറ്റവും അവർ അഭിമുഖീകരിക്കുവാനായിട്ട് പോകുന്ന ഈ പെർസിക്യൂഷനും ഈ എക്സ്കമ്മ്യൂണിക്കേഷനും എക്സ്റ്റർമിനേഷനും എക്സ്പ്ലോയിറ്റേഷനും ഒക്കെ കേട്ടപ്പോൾ അവർ പാടെ തകർന്നുപോയി. അവരുടെ നാവ് പൊന്തിയില്ല എന്നാണ് അർത്ഥം. അവർക്കൊന്നും സംസാരിക്കുവാൻ കഴിയാതെ വണ്ണം അവർ ഊമരായി തീർന്നു എന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിന്റെ ഖനം വെച്ച, അവരുടെ ജീവിതത്തിന്റെ കാഠിന്യത്തിന്റെ നിമിഷങ്ങളിലൂടെ അവർക്ക് സ്വീകരിപ്പാനായിട്ട് കഴിയാതെ വണ്ണം അവർ തകർന്നുപോയി എന്നുള്ളതാണ്. ഇതിനു മുമ്പ് പറഞ്ഞ പല ഭാഗങ്ങളിലും ചിലപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 13:36 ശീമോൻ പത്രോസ് കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, കർത്താവേ, നീ എവിടെ പോകുന്നു? അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ തോമസ് ചോദിക്കുന്നുണ്ട്, കർത്താവേ, നീ എവിടെ പോകുന്നു? എന്നാൽ ഈ അവസരത്തിൽ അവർ ഒന്നും ചോദിക്കുവാൻ കഴിയാതെ വണ്ണം പാടെ തകർന്നുപോയ അനുഭവമാണ്. അത് 2-ാമത്തെ വാക്കിലൂടെ മനസ്സിലാക്കാം. രേഖപ്പെടുത്തിയിരിക്കുന്ന 6-ാമത്തെ വാക്യത്തിലാണ്, എങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു. their sorrowful heart. ഒന്ന് സൈലൻസ്, അല്ലെങ്കിൽ they became silent. ഇവിടെ പറഞ്ഞിരിക്കുന്നു they became sorrowful. sorrowful എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ലിപ് എന്നുള്ള ഗ്രീക്ക് പദമാണ്. ഈ ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം പെയിൻ ഇൻ ഹാർട്ട്, ഹാർട്ട് ഏക്ക്, ഹൃദയവേദന, ഹൃദയ നൊമ്പരം എന്നുള്ളതാണ്, ഹൃദയത്തിന്റെ ഭാരം എന്നുള്ളതാണ്. വലിയ ഒരു ഭാരത്താൽ, ഹൃദയത്തിന്റെ നൊമ്പരത്താൽ അവർ അനുഭവിക്കുന്ന കഷ്ടതയെക്കുറിച്ചാണ്. ഒരു ചെറിയ ഒരു അനുഭവത്തെക്കുറിച്ചല്ല, മരണകരമായ, ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മരണകരമായ ദുഃഖം എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഇതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോർ ഹാസ് ഫിൽഡ് ദെയർ ഹാർട്ട്സ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് കാരണം ഒന്ന്, ക്രിസ്തുവിന്റെ വേർപിരിയൽ, സെപ്പറേഷൻ. ദെൻ ദെയർ ഡാർക്ക് ഫ്യൂച്ചർ, ഒരു നിശ്ചയമില്ലാത്ത വരുംകാലം. നേരത്തെ പറഞ്ഞതായ പെർസിക്യൂഷന്റെ അനുഭവങ്ങൾ. അവൾ നിരാശയുടെ കയത്തിൽ പതിച്ചിരിക്കുകയാണ്. യാതൊരു വ്യക്തതയുമില്ലാതെ പരിഭ്രാന്തരായി മാറിയിരിക്കുകയാണ്. ക്രിസ്തു മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളിലും അവർ നൊമ്പരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ നഷ്ടപ്പെടുന്നതാണ് അവരുടെ ജീവിതത്തിലെ നൊമ്പരങ്ങളിലൊന്ന്. അതൊരു ആത്മീയ ദുഃഖമായി നമുക്ക് വേണമെങ്കിൽ കാണാം. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ക്രിസ്തുവിനെ നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ ദുഃഖമാണ്. ക്രിസ്തുവില്ലാതെ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് കഴിയുകയില്ല. നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലരെങ്കിലുമൊക്കെ പറയുന്നത് ഇനി എങ്ങനെ ജീവിക്കുമെന്നുള്ളതാണ്. അത്ര ആത്മബന്ധമായിരുന്നു, അത്രമാത്രം സ്നേഹമായിരുന്നു. ഒരുപക്ഷെ കുടുംബജീവിതത്തിലേക്ക് ഭാര്യ ഭർത്താക്കന്മാരായി പ്രവേശിക്കപ്പെട്ടതായ ഒരാൾ നഷ്ടപ്പെടുമ്പോൾ താങ്ങുവാൻ, സഹിക്കുവാൻ കഴിയാത്ത മരണവേദനയുടെ അനുഭവങ്ങൾ അങ്ങനെയുള്ളവർക്ക് ഉണ്ടാകും.
ഒരുപക്ഷെ വേർപാട് വളരെ ഭാരമുള്ളതാണ്, അവർക്ക് സഹിക്കുവാൻ കഴിയില്ല. മക്കളെ നഷ്ടപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് ഏക മകൻ ഏക മകളെയൊക്കെ നഷ്ടപ്പെടുമ്പോൾ മാതാപിതാക്കൾക്കുണ്ടാകുന്നതായ വലിയ ഭാരം എത്രയാണ്. ഇടയിൽ കോവിഡ് ബാധിച്ച് ഒരു ഇരട്ട കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടതായ ഒരു മാതാവിന്റെയും പിതാവിന്റെയും അനുഭവം ഞാൻ കേൾക്കുവാനായിട്ട് ഇടയായി. 2 കുഞ്ഞുങ്ങളും ഒരേ സമയത്ത് മരണപ്പെടുകയാണ്. കോവിഡ് ബാധിതരായി. 23-24 വയസ്സോളം പ്രായമുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ചില നൊമ്പരങ്ങൾ, ചില സങ്കടങ്ങൾ അത് നികത്തുവാനായിട്ട് നമുക്ക് സ്വതവേ കഴിയുകയില്ല. അതിനുവേണ്ടി കർത്താവ് നമുക്ക് ഒരു മാർഗം ഒരുക്കി തരുമെന്നുള്ളത് യാതൊരു സംശയമില്ല. ശിഷ്യന്മാർക്ക് ഒരുക്കി കൊടുക്കുന്ന മാർഗമാണ് അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി തീരാൻ പോവുകയാണ്. അവർക്ക് കർത്താവ് പരിശുദ്ധാത്മാവിനെ കൊടുക്കുവാനായിട്ട് പോകുകയാണ്. എന്റെ നിങ്ങളുടെയും ജീവിതാനുഭവങ്ങളിൽ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിൽ പ്രിയമുള്ളവരെ, നമുക്ക് ഓർക്കാം, പരിശുദ്ധാത്മാവിനെ സഭയ്ക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഈ സഭയെ പുതുക്കുവാൻ എന്റെ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടെ ഈ പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ചില ആളുകളൊക്കെ പറയും പരിശുദ്ധാത്മാവിന് എല്ലാവർക്കും നൽകപ്പെട്ടിട്ടില്ല എന്ന്. അത് തെറ്റായ ഒരു കാര്യമാണ്. കാരണം ചിലരൊക്കെ കരുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവ് ഒരു ഇംപേഴ്സണൽ ഫോഴ്സ് എന്നുള്ളതാണ്, ഒരു ശക്തി എന്ന രീതിയിലാണ്. പ്രാർത്ഥിക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ, പാട്ടുപാടുമ്പോഴൊക്കെ ഇങ്ങനെ വിറച്ചുകൊണ്ട് ഇടപെടുന്നതായ പരിശുദ്ധാത്മാവിന്റെ അനുഭവമാണെന്ന് പറയുന്ന സംഭവങ്ങളിലാണ് പരിശുദ്ധാത്മാവെന്ന് പറയാറുണ്ട്. അത് ഇംപേഴ്സണൽ ഫോഴ്സ് എന്ന് മാത്രമാണ് അവർക്ക് കാണുവാനായി കഴിയുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാ നിറയപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമില്ലാത്ത ഒരിടവുമില്ല. എന്നാൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ സാക്ഷികളായി തീരുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും വെല്ലുവിളി. അതുകൊണ്ട് ആരെങ്കിലും പരിശുദ്ധാത്മാവ് നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആളാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാത്തത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് വേണ്ട വിധത്തിൽ അവർ മനസ്സിലാക്കിയിട്ടില്ല. പരിശുദ്ധാത്മാവൻ ദാനം സഭയ്ക്കാകമാനം നൽകപ്പെട്ടു കഴിഞ്ഞു. ഈ പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിച്ചുകൊണ്ട് അവന്റെ സാക്ഷികളായി ജീവിക്കുക എന്നുള്ളതാണ് എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കഷ്ടതകൾ, ഭാരങ്ങൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വചനം പറയുന്നുണ്ടല്ലോ, ഈ ആയുസ്സിൽ മാത്രമല്ല നമ്മുടെ പ്രത്യാശ. അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു പ്രത്യേകത. ഈ ആയുസ്സിൽ മാത്രമല്ല നമ്മുടെ പ്രത്യാശ. 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്ര. If only for this life we have hope in Christ, we are of all people must be pitied. But here sorrow had too much paralyzed the disciples. നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ഈ ശിഷ്യന്മാർക്ക് ഈ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതിന് മുമ്പായി അവരുടെ ജീവിതത്തിൽ സംഭവിച്ച എന്താണെന്നറിയാമോ? അവർ പൂർണ്ണമായും നിരാലംബരായി മാറുകയാണ്. സംഖ്യ നഷ്ടപ്പെട്ട പോലെ അവർ പെരുമാറുകയാണ്. ഒരുപക്ഷെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ നൊമ്പരം ആരോടും പങ്കിടുവാനായിട്ട് ഇല്ല എന്ന് പറയുമ്പോൾ കർത്താവിനോട് നമുക്ക് സ്തോത്രം ചെയ്യാം. അവന്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ തൃത്വത്തിൽ മൂന്നാമനായിരിക്കുന്ന പാരാക്ലീറ്റായെ നമുക്ക് നൽകിയിരിക്കുകയാണ്. ചിലപ്പോൾ നമ്മുടെ സങ്കടങ്ങൾ വരുമ്പോൾ ഈ ശിഷ്യന്മാരെ പോലെ ഊമരായി തീരാറുണ്ട്. ഒന്നും മിണ്ടുവാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകും. ആരോടൊന്നും പറയുവാൻ കഴിയാത്ത അവസരം ഉണ്ടാകും. വിതുമ്പൽ മാത്രമാ. ഹന്നായെ പോലെ. ഹന്നായിക്ക് മക്കളില്ല. ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചു. അവൾ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ചുണ്ടനങ്ങിയതേ ഉള്ളൂ. ഹൃദയം സംസാരിച്ചുകൊണ്ടിരുന്നു. എലി പുരോഹിതൻ നോക്കുമ്പോൾ അവൾ വീഞ്ഞു കുടിച്ചിട്ട് അവൾ വന്നിരിക്കുകയാണ് എന്നാണ് കരുതിയത്. അപ്പോൾ ഹന്ന പറയുന്നു, യജമാനനെ, ഞാൻ വീഞ്ഞോ മദ്യമോ ഒന്നും കുടിച്ചിട്ടില്ല. ഞാൻ എന്റെ ഹൃദയം ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ പകരുകയാണ്. പ്രിയമുള്ളവരെ, നൊമ്പരങ്ങളിൽ, വേദനകളിൽ നമ്മുടെ ഹൃദയം പകരുമ്പോൾ തീർച്ചയായും പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തും. ഹന്നായെ കുറിച്ച് പറയുമ്പോൾ 1 സാമുവേൽ chapter 1 verse 15 അവൾ പറയുകയാണ്, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. ഞാൻ യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. അവളുടെ നൊമ്പരം അവളുടെ വാക്കുകളെ മുറിച്ചു കളഞ്ഞു. വിതുമ്പുന്ന അതരത്തോടുകൂടെ അവൾ നിന്നു. ശിഷ്യന്മാരുടെ ദുഃഖം യേശു തിരിച്ചറിഞ്ഞുകൊണ്ട് പറയുകയാണ്, നിങ്ങളോടുകൂടെ ഇരിക്കുവാൻ ഞാൻ പരിശുദ്ധാത്മാവിനെ തരും. ഇപ്പോഴുള്ള നിങ്ങളുടെ സങ്കടങ്ങളും കഷ്ടതകളൊക്കെയും മാറുവാനായിട്ട് പോകുന്നു എന്ന് പറയുന്നു. ദ ബെനഫിറ്റ് ഓഫ് സോറോ. നിങ്ങളുള്ളവരെ, സങ്കടത്തിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട് എന്ന് ക്രിസ്തു ഇവിടെ പറയുകയാണ്.
അടുത്ത വാക്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 7-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. വാട്ട് ഈസ് ദ ബെനഫിറ്റ്? ദ ബെനഫിറ്റ് ഈസ്, അടുത്ത വാക്യം പറയുകയാണ്, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. ഞാൻ പോകുന്നതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം. യു വിൽ ബിക്കം സിഗ്നിഫിക്കന്റ് പീപ്പിൾ. ഒന്ന് ഞാൻ പറഞ്ഞത് സൈലന്റ്, ദേ ബിക്കേം സൈലന്റ്, ദേ ബിക്കേം സോറോഫുൾ, ആൻഡ് ദേ ആർ ഗോയിങ് ടു ബിക്കം സിഗ്നിഫിക്കന്റ് പീപ്പിൾ, ഇമ്പോർട്ടന്റ് പീപ്പിൾ. പ്രാധാന്യമുള്ള, ഇപ്പോൾ ദുഃഖവും സങ്കടവും എല്ലാം മാറി അവരുടെ ജീവിതത്തെ ആകമാനം കീഴ്മേൽ മറിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെ അവർ ലോകമെമ്പാട് യാത്ര ചെയ്യുവാൻ പോവുകയാണ്. ഇപ്പോൾ ഒരു മുറിക്കുള്ളിൽ അവർ നിരാശരായിരിക്കുകയാണ് എങ്കിൽ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട് അവർ വളരെ സിഗ്നിഫിക്കന്റ് പീപ്പിളായി പോകുകയാണ്. 7-ാമത്തെ വാക്യത്തിൽ വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുകയാണ്. ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ പോയാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും. ദിസ് ഈസ് ദ ബ്ലെസ്സിംഗ് ആൻഡ് ബെനിഫിറ്റ് ഓഫ് ക്രൈസ്റ്റ് ഡിപ്പാർച്ചർ ആൻഡ് ഗോയിങ് ബാക്ക് ടു ദ ഫാദർ. പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നത്, അവന്റെ മടങ്ങിപ്പോക്ക് ശിഷ്യന്മാർക്ക് അനുഗ്രഹമാണ് എന്ന് ഈ വേദഭാഗത്തെ പറയുകയാണ്. എന്നാൽ അവരുടെ സങ്കടങ്ങൾ യാഥാർത്ഥ്യമാണ്. പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകി ക്രിസ്തു യാത്രയ്ക്കായിട്ട് അവരെ വിട്ടു പോകുന്നതിനായിട്ട് ഒരുങ്ങുകയാണ്. ഇതിന്റെ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ വാക്യത്തിൽ പറയുകയാണ്, കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരും. How you will become a significant person. How all of you will become significant people. 11 ശിഷ്യന്മാർ അടുത്തിരിക്കുകയാണ്. നിങ്ങൾ എങ്ങനെ ഈ ലോകത്തെ കീഴ്മേൽ മറിക്കും? That is through the power of the Holy Spirit. By the protection of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ, ശക്തിയാൽ നിങ്ങൾ നിറയപ്പെടും. പരിശുദ്ധാത്മാവിന്റെ പരിപാലനത്താൽ നിങ്ങൾ ശക്തീകരിക്കപ്പെട്ടുകൊണ്ട് യെരുശലേമിൽ, യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളായിത്തീരും എന്ന് ഈ വേദഭാഗത്ത് പറഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ എന്റെ നിങ്ങളുടെ ദുഃഖങ്ങൾക്ക് അപ്പുറം ഞാൻ നിങ്ങളും കാണുന്നത് അല്പദൂരം മാത്രമാണ്. എന്നാൽ ക്രിസ്തു നമ്മൾ കാണുന്നതിനേക്കാൾ അപ്പുറം കാണുന്നവനാണ്. കുറച്ചും കൂടെ അപ്പുറത്തേക്ക് ക്രിസ്തുവിന്റെ കാഴ്ചകൾ നീങ്ങുന്നുണ്ട്. അഥവാ ക്രിസ്തുവിന്റെ കാഴ്ചകൾ നമുക്ക് തരുന്നത് ഇറ്റേണിറ്റിയാണ്. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നമ്മൾ ഒരു ഘട്ടത്തിൽ നിന്നു പോകുമ്പോൾ, ചില സ്റ്റംബ്ലിംഗ് ബ്ലോക്കുകൾ ഉണ്ടാകുമ്പോൾ, ചില തടങ്കൽ പാറകൾ ഉണ്ടാകുമ്പോൾ, ഇടറിപ്പോകുവാനായിട്ട് സാധ്യതകൾ ഉണ്ടാകുമ്പോൾ, ക്രിസ്തു തനിക്കുള്ളവരെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് അവരോട് കൂടെ നിൽക്കുന്നവനാണ്. അവനെ മുന്നോട്ട് പോകുവാനുള്ള വഴി അറിയാം. അവൻ ഓംനിപ്രസന്റ് ഗോഡാണ്, ഒംനീഷ്യൻ ഗോഡാണ്, ഒംനിപൊട്ടന്റ് ഗോഡാണ്. അവൻ സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ വലുപ്പത്തെക്കുറിച്ച്. താൽക്കാലികമായ സ്നേഹമല്ല, അവസാനത്തോളം അവരെ സ്നേഹിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത്. അവസാനത്തോളം അവരെ സ്നേഹിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അവസാനിക്കുമ്പോൾ പറയുന്നുണ്ട്, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വചനമാണ്, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. ആർക്ക് പറയാൻ പറ്റും പ്രിയമുള്ളവരെ? സഭയ്ക്ക് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ക്രിസ്തു സാന്നിധ്യം നമ്മോട് കൂടെ ഇരിക്കുകയാണ്. 7-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവൻ നമുക്ക് ഒരു ഹെൽപ്പറെ തരും, ഒരു കാര്യസ്ഥനെ തരും. ഒരു കാര്യസ്ഥനെ നമുക്ക് തരുന്നത് എന്തിനു വേണ്ടി എന്നുള്ളതാണ് ഇനി നമ്മൾ ധ്യാനിക്കുവാനായിട്ട്, പഠിക്കുവാനായിട്ട് പോകുന്നത്. ഏറ്റവും ഒടുവിലത്തെ ധ്യാന വിഷയത്തിലേക്ക് കൂടെ നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ഹെൽപ്പറെ കുറിച്ച്, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ കുറിച്ച് വേഗത്തിൽ 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് മുന്നോട്ട് പോകാം. ഹെൽപ്പർ എന്നുള്ള വാക്കാണ് കർത്താവ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹി വിൽ കൺവിക്ട് ദ വേൾഡ്. 3 കാര്യങ്ങളാണ്. കൺസേണിംഗ് സിൻ, റൈച്ചസ്നെസ് ആൻഡ് ജഡ്ജ്മെന്റ്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുമെന്നാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്. 14-ാമത്തെ അധ്യായം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സത്യത്തിന്റെ ആത്മാവ്, അവൻ മറ്റൊരു കാര്യസ്ഥനാണ്, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശു കർത്താവ് 4 പ്രാവശ്യം കാര്യസ്ഥൻ എന്ന് വിളിക്കുന്നുണ്ട്. 14-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിലും 14-ന്റെ 25, 25-ന്റെ 26, പിന്നെ നമ്മൾ വായിച്ചതായി ഈ വേദഭാഗത്തും 16-ന്റെ 7-ാമത്തെ വാക്യം. ഹെൽപ്പർ എന്നുള്ളതാണ്. പാരാക്ലീറ്റോസ് അല്ലെങ്കിൽ പാരാക്ലീറ്റ എന്ന വാക്കിന് ഉപയോഗിച്ചിരിക്കുന്ന അർത്ഥം സംബഡി ഹു ഈസ് എലോങ് സൈഡ് ടു ഹെൽപ്പ് യു ഔട്ട്. കൂടെ ഇരുന്ന് ശക്തീകരിക്കുന്നവൻ, കൂടെ ഇരുന്ന് സഹായിക്കുന്നവൻ എന്നാണ് ഈ വാക്കിന് അർത്ഥം. അഡ്വക്കേറ്റ് എന്നും അഥവാ വാദിക്കുന്നവൻ, കൗൺസിലർ ഉപദേഷ്ടാവ്, കംഫർട്ടർ ആശ്വാസപ്രദൻ,
ഇന്റർസെസർ, മധ്യസ്ഥൻ, എക്സോട്ടർ, പ്രബോധകൻ, അങ്ങനെ പരിശുദ്ധാത്മാവ് വിവിധ രീതിയിൽ നമ്മോട് സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് പ്രത്യേകതകളെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ദുഃഖം നിറഞ്ഞിരിക്കുന്ന ശിഷ്യന്മാരോട് യേശു പറയുകയാണ്, അവൻ നല്ല സഹായകനായി നിങ്ങളോട് കൂടെയിരിക്കും, പാരക്ലീറ്റ ആയിട്ട് കൂടെയിരിക്കും. നിങ്ങളോട് എല്ലായ്പ്പോഴും കൂടെയിരിക്കുന്നവനായ പരിശുദ്ധാത്മാവ് നിങ്ങളെ മുന്നോട്ട് നയിക്കും. അവൻ സത്യത്തിന്റെ ആത്മാവാണ്. സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും, സത്യമേ പറയത്തുള്ളൂ. അത് എന്ത് പ്രതിസന്ധി, എന്ത് പ്രശ്നം പോന്നാലും നമ്മൾ പറയാറില്ലേ, തല പോയാലും എന്റെ വാക്ക് മാറുകയില്ല. മറ്റു ചില ആളുകൾ പറയും വാക്കല്ലേ മാറ്റാനായിട്ട് പറ്റത്തുള്ളൂ. മറ്റു ചില ആളുകൾ പറയും ചില ആളുകളുടെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ് എന്ന് പറയാറുണ്ട്. വാക്കല്ലേ മാറ്റുവാനായിട്ട് പറ്റത്തുള്ളൂ. എന്നാൽ ശിഷ്യന്മാരുടെ ആത്മീയ ദർശനമുള്ളവരുടെ പ്രത്യേകത, അവർ കർത്താവിനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിന് വേണ്ടി അവർ തങ്ങളുടെ ജീവിതം പരിപൂർണമായും വിട്ടുകൊടുക്കുകയാണ്. യേശു 11 ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളോടുകൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ്, സത്യത്തിന്റെ ആത്മാവ്. വിശുദ്ധ യോഹന്നാൻ 3-ാമത്തെ ലേഖനം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. ശിഷ്യന്മാരോട് പറയുകയാണ്, സത്യത്തിന്റെ ആത്മാവ് നിങ്ങളോടുകൂടെ ഇരിക്കുന്നത് നിങ്ങളെയും സത്യമുള്ളവരാക്കി മാറ്റുന്നതിനാണ്. പരിശുദ്ധാത്മാവ് എന്നോടുകൂടെ ഇരിക്കുന്നത് സത്യമുള്ളവരായി, നീതിയുള്ളവരായി ഇരിക്കുന്നതിന്, ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണോ ശരിയാണോ എന്നുള്ള വെളിച്ചം നൽകിക്കൊണ്ട് ബോധം വരുത്തുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, നമ്മുടെ കാലഘട്ടത്തിൽ വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു വാക്ക്, ദൈവത്തിൽ സന്തോഷിക്കുവാനുള്ള വാക്ക്, എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് ഇല്ല. I have no greater joy than to hear that my children are walking in the truth. സത്യവാനായ പരിശുദ്ധാത്മാവാൻ ദൈവം, ഈ ദൈവം നമ്മെ സകല സത്യത്തിലും വഴി നടത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒടുവിലത്തെ ഭാഗത്തിലേക്ക് വരികയാണ്. 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കാനായിട്ട്, ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. ദ പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഒന്ന് നമ്മൾ വായിച്ചത് പെർസിക്യൂഷൻ, ദി സഫറിംഗ് ദാറ്റ് ദേ ആർ ഗോയിങ് ടു കൺഫ്രണ്ട് വിത്ത്. രണ്ടാമതായി നമ്മൾ പഠിച്ചത് പ്രൊട്ടക്ഷൻ ത്രൂ ദ ഹോളി സ്പിരിറ്റ്, ദാറ്റ് ദ ഹോളി സ്പിരിറ്റ് വിൽ ബി വിത്ത് ദ 11 disciples and the disciples of Jesus Christ, and the Holy Spirit will guide them, the Holy Spirit will protect them. ഈ വേദഭാഗത്ത് പറയുകയാണ് ദ പ്രസൻസ്, പരിശുദ്ധ സാന്നിധ്യം. ഒന്ന് പെർസിക്യൂഷൻ, 2 പ്രൊട്ടക്ഷൻ, മൂന്നാമത് ഈ വേദഭാഗത്ത് നമ്മൾ ധ്യാനിക്കുന്നത് 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ദി പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. 8-ാമത്തെ വാക്യം മുതൽ വായിക്കട്ടെ. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. പരിശുദ്ധാത്മാവിന്റെ 3 പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. സിൻ, പാപം; 2 റൈച്ചസ്നെസ്; 3 ജഡ്ജ്മെന്റ്, പാപം, നീതി, ന്യായവിധി. ഇവിടെ പറയുകയാണ്, ദ ഹോളി സ്പിരിറ്റ് വിൽ കൺവിക്ട് ദ വേൾഡ് കൺസേണിംഗ് സിൻ, റൈച്ചസ്നെസ് ആൻഡ് ജഡ്ജ്മെന്റ്. 3 കാര്യങ്ങളാണ് കൺവിക്ട് ചെയ്യുവാനായിട്ട് പോകുന്നത്. കൺവിക്ട് എന്നുള്ള ഗ്രീക്ക്, കൺവിക്ട് എന്നുള്ള വാക്കിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം എലക്സെയി എന്നുള്ള വാക്കാണ്. അതിന് ഇംഗ്ലീഷിൽ റെഫ്യൂട്ട് എന്നും കൺവിൻസും എന്നൊക്കെയും പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ റെഫ്യൂട്ട് ചെയ്തുകൊണ്ട്, വാദിച്ചുകൊണ്ട്, തർക്കിച്ചുകൊണ്ട്, നമ്മെ കൺവിൻസ് ചെയ്തുകൊണ്ട് നമ്മളെ കൺവിക്ട് ചെയ്യുവാൻ, ബോധ്യപ്പെടുത്തുവാനായിട്ട് കഴിയുന്നവനായ ദൈവത്തിന്റെ ആത്മാവാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നതിന് മുമ്പുള്ള അനുഭവങ്ങൾ, നമ്മൾ തെറ്റു ചെയ്തു എന്നുള്ള ബോധ്യമുണ്ട്, അറിവുണ്ട്, നമ്മൾ തെറ്റാണ് ചെയ്യുന്നത് എന്നുള്ളത് അതിനെക്കുറിച്ച് അറിയാം. പക്ഷേ അടുത്ത ഒരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുള്ളത്, പക്ഷെ ആരാ തെറ്റ് ചെയ്യാത്തത്? അതുകൊണ്ട് അവനും അവളും എല്ലാം തെറ്റാ ചെയ്യുന്നത്, അവരെല്ലാം പിടിച്ചു പറിക്കുകയാണ്, അവരെല്ലാം മോഷ്ടിക്കുകയാണ്, അവരെല്ലാവരും മോശമായി സംസാരിക്കുകയാണ്, പിന്നെ എനിക്കെന്നാ പ്രശ്നം? ഇതാണ് പരിശുദ്ധാത്മാവിന്റെ ഒരു നടത്തിപ്പ് ഇല്ലാത്ത ആളുകൾ ഒരു പക്ഷെ പറയുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ്, കൺവിൻസ് ആൻഡ് കൺവിക്ട്, അതുണ്ടാകുമ്പോൾ സംഭവിക്കുന്നത്, കർത്താവേ ഞാൻ തെറ്റുകാരനാണ്, ഞാൻ മറുതലിച്ചു പോയിട്ടുണ്ട്, ഞാൻ പാപിയാണ്, ഞാൻ ദൈവ പ്രമാണങ്ങളെയൊക്കെ വെല്ലുവിളിച്ചവനാണ്, ഞാൻ ദൈവത്തോട് മറുതലിച്ചു പോയവനാണ്. എന്നാൽ കർത്താവേ ഞാൻ നിന്നോട് ചേർന്ന് നിന്നുകൊണ്ട്, ദൈവനീതിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ
നിന്നെ അനുധാവനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. എന്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. പരിശുദ്ധാത്മാവാൻ ദൈവമേ, എന്നിൽ നീ പ്രവർത്തിക്കണമേ. എന്നെ നീ മുന്നോട്ട് നയിക്കണമേ. എന്റെ കഴിഞ്ഞകാല പാപങ്ങളെ ഓർക്കരുത് എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. The Spirit does not merely accuse men of sin. He brings to them an inescapable sense of guilt so that they realize their shame and helplessness before God. ബോധം വരുത്തുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ചിന്തയിലേക്ക് ചെയ്യുന്നതൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു അനുഭവമാണ്. എന്നാൽ എനിക്ക് നിങ്ങൾക്കും ബോധം വരുത്തുക എന്ന് പറയുമ്പോൾ അതിൽ നിന്നും ഒരു പടി കൂടെ ഞാൻ വളരുകയാണ്. അറിവിൽ നിന്നും ലഭിച്ച ജ്ഞാനത്തിൽ നിന്നും ആ തീരുമാനത്തിലേക്ക് പോവുകയാണ്. ഉദാഹരണമായി ഒരുപക്ഷെ പറഞ്ഞാൽ, നമ്മൾ ഒരുപക്ഷെ പരക്കെ പറയുന്ന ഒരു ടൈറ്റിൽ പ്രോഡിഗൽ സൺ, മുടിയൻ പുത്രൻ, അങ്ങനെ ഒരു പേരില്ലെങ്കിലും ഇളയമകൻ സകലതും സമ്പാദിച്ച് പിതാവിൽ നിന്നും പിതാവിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയി. എന്നാൽ സകലവും നഷ്ടപ്പെട്ട് ഭക്ഷിപ്പാനൊന്നുമില്ലാതെ ക്ഷാമത്താൽ വലയുമ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പറയുന്നു, അവന് തന്റെ ഭവനത്തെക്കുറിച്ചുള്ള ചിന്ത വന്നു, അവന് ബോധം വന്നു. അവൻ തന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാനായിട്ട് ചിന്തിക്കുക മാത്രമല്ല, അവൻ തന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. നോട്ട് ഓൺലി ഡിസൈഡഡ് ബട്ട് ഹി ഫുൾഫിൽഡ് ഇറ്റ്. അവൻ തീരുമാനിക്കുക മാത്രമല്ല, അത് പൂർത്തീകരിക്കുക കൂടെ ചെയ്തു. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ബോധം വരുത്തും, കൺവിക്ട് ചെയ്യും എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളും ഒക്കെ ചെയ്യുന്നത് ശരിയും തെറ്റും മനസ്സിലാക്കി തരികയും ശരിയെ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുകയും തെറ്റ് തിരുത്തിക്കൊണ്ട് പൂർണ്ണതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നതായ പരിശുദ്ധാത്മാവാം ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. 3 കാര്യങ്ങളാണ്. 1 പാപത്തെക്കുറിച്ച്, 2 നീതിയെക്കുറിച്ച്, 3 ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തും. 1, he will convict the world concerning sin because they do not believe in Jesus Christ. Unbelief and rejection, അവരുടെ അവിശ്വാസവും അവരുടെ മറുതലിപ്പും അല്ലെങ്കിൽ തിരസ്കരണവും. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, പരിശുദ്ധാത്മാവ് പറയും ഈ ലോകത്തോട് the importance of trusting in the Holy Spirit, the importance of trusting in God. പരിശുദ്ധാത്മാവ് പറയും യേശുവിൽ നിന്ന് അകന്നു പോകുന്നത് അല്ല, യേശുവിൽ വിശ്വാസം അർപ്പിക്കുകയും യേശുവിൽ ബലപ്പെടുകയും ചെയ്യേണ്ടതാണ് എന്ന് പറയും. അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. റിലയിങ് ഓൺ ഹിം കംപ്ലീറ്റ്ലി സോ ദാറ്റ് യു ക്യാൻ കീപ് യുവർ സെൽഫ് എവേ ഫ്രം സിൻ. ഹമാറ്റിയ എന്നുള്ള വാക്കാണ് ഇവിടെ പാപത്തിന് ഉപയോഗിച്ചിരിക്കുന്നതായ വാക്ക്. ഹമാറ്റിയ എന്നുള്ള വാക്കിന് മിസ്സിംഗ് ദ മാർക്ക് എന്നത്രേ അർത്ഥമാക്കുന്നത്. ലക്ഷ്യം നഷ്ടപ്പെടുക, ലക്ഷ്യം തെറ്റിപ്പോകുക എന്നുള്ളതാണ്. ശത്രുവിന്റെ നേരെ കുന്തം എറിയുമ്പോൾ ലക്ഷ്യസ്ഥാനത്ത് തറയ്ക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് റീച്ച് ചെയ്യാതെ വരുമ്പോൾ അതിനുപയോഗിച്ചതായ ഒരു പദമാണ് ഹമാർട്ടിയ എന്നുള്ളതായ ഗ്രീക്ക് പദം. ഹോമർ ഉപയോഗിച്ചതായിട്ട് പറയുന്നുണ്ട് ഈ ഒരു അർത്ഥത്തിൽ. പിന്നീട് മിസ്സിംഗ് ഓർ ഫോളിംഗ് ഷോർട്ട് ഓഫ് എനി ഗോൾ, ലക്ഷ്യത്തിൽ നിന്ന് അകന്നു പോകുന്ന, ലക്ഷ്യത്തിലേക്ക് പതിക്കാതെ പോകുന്ന സംഭവങ്ങളെ, വിഷയങ്ങളെ എല്ലാം തന്നെയും ഹമാർട്ടിയ എന്നുള്ള വാക്കുകൊണ്ട് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. വേദപുസ്തക അടിസ്ഥാനത്തിൽ ഈ പദത്തിന്റെ അർത്ഥം ഡിപ്പാർച്ചർ ഫ്രം ഗോഡ്സ് ഗ്ലോറി, ഡിപ്പാർച്ചർ ഫ്രം ഗോഡ്സ് വിൽ, ദൈവ സാന്നിധ്യത്തിൽ നിന്നും, മഹത്വത്തിൽ നിന്നും, ദൈവ ഇച്ഛയിൽ നിന്നും, ദൈവഹിതത്തിൽ നിന്നും അന്യമായി പോകുക, മാറിപ്പോകുക എന്നുള്ളതാണ്. മാർട്ടിൻ ലൂതർ പറഞ്ഞത് ഇപ്രകാരമാണ്: സിൻ ഈസ് എസെൻഷ്യലി എ ഡിപ്പാർച്ചർ ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്നും മാറിപ്പോകുന്നതാണ് പാപം എന്ന് പറയുന്നു. സ്പർജൻ പറയുന്ന ഒരു കോൺസിക്വൻസ് ഇങ്ങനെയാണ്: സിൻ ഡ്രൈവ്സ് men mad against their reason, against their best interest. They follow after which they know will destroy them. എന്നാൽ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച്, അവർ ചെയ്യുന്നതായ തെറ്റുകളെക്കുറിച്ച്, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം അന്യമായി പോകുമ്പോൾ യേശുവിൽ വിശ്വസിക്കണമെന്ന് പറയുകയും ആ വിശ്വാസത്തിലേക്ക് അവരെ നയിക്കുകയും തെറ്റിനെക്കുറിച്ച് അവരുടെ ഉള്ളിൽ ബോധം വരുത്തി അവരെ ശരിയായ വിധത്തിലേക്ക് നയിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം ഒരു പ്രേരക ഘടകമായി ഈ ദൈവം കൂടെയിരിക്കുന്നവനായ ദൈവമാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് എന്നിലും നിങ്ങളിലും പാപബോധം ഉളവാക്കും. അപ്പോൾ ഞാനും നിങ്ങളും ചെയ്യേണ്ടത് എന്താണ്? തിരസ്കരിച്ച് ലോകപ്രകാരം പോവുകയല്ല. ഈ പാപബോധം ഉളവാകുമ്പോൾ ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അവന്റെ മക്കളായി തീരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ കൂടുതലായി പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങും.
പിന്നെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് പൂർണ്ണമായി നമ്മൾ വിധേയപ്പെടും. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ നിറയുവാൻ തുടങ്ങും. പരിശുദ്ധാത്മാ വരം നമുക്ക് ലഭിക്കുവാൻ തുടങ്ങും. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് ജീവിപ്പാൻ, പ്രസംഗിപ്പാൻ, ആരാധിപ്പാൻ ഒക്കെ നമുക്ക് ദൈവം കൃപ തരും. പരിശുദ്ധാത്മാവിന്റെ അടയാളം എന്താണ്? യേശു കർത്താവിലൂടെ നമ്മൾ കാണുമ്പോൾ ഏറ്റവും വലിയ അടയാളം സ്നേഹത്തിന്റെ അടയാളമാണ്. അവസാനത്തോളം തനിക്കുള്ളവരെ സ്നേഹിച്ചു എന്നുള്ളതാണ്. ക്രൂശിലെ മരണത്തോളം തന്നെ സ്നേഹിച്ചു. കർത്താവ് നമ്മെ സ്നേഹിച്ച സ്നേഹമാണ് ഏറ്റവും വലിയ പരിശുദ്ധാത്മാ വരം. പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ കുറിച്ച് ഒരുപക്ഷെ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയുടെ പുസ്തകത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഏറ്റവും വലിയ വരം സ്നേഹം എന്ന വരമാണ്. നമ്മുടെ സഹോദരനോടോ സഹോദരിയോടോ പ്രിയപ്പെട്ടവനോടോ പ്രിയപ്പെട്ടവളോടോ മക്കളോടോ നമ്മുടെ പരിചയത്തിലുള്ളവരോടൊക്കെ അകന്നിരിക്കുന്നുണ്ടെങ്കിൽ, സ്നേഹമില്ലാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ, ഒറ്റവാക്കിൽ പറയട്ടെ, പരിശുദ്ധാത്മാവ് നമ്മളിൽ ജ്വലിക്കുന്നില്ല, പ്രകാശിക്കുന്നില്ല. പരിശുദ്ധാത്മാവുണ്ട്, പരിശുദ്ധാത്മാവ് തെറ്റാണ് ചെയ്യുന്നതെന്ന് പറയുന്നുവെങ്കിലും അത് സ്വീകരിപ്പാൻ തക്കവണ്ണം തയ്യാറാകുന്നില്ല. പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടുപോയിട്ടൊന്നുമില്ല. ഈ പരിശുദ്ധാത്മാവ് ഈ ലോകത്തുനിന്ന് ഇപ്പോഴൊന്നും മാറിപ്പോവുകയുമില്ല. സഭയെ കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്ത് വരുമ്പോൾ എടുക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് എടുക്കപ്പെടുമെന്ന് പറയുന്നുണ്ട്. ചിന്തകൾ എന്ത് തന്നെയായിരുന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ട്. അവൻ ഇമ്മാനുവേലായ ദൈവമാണ്, നമ്മോട് കൂടെ ഇരിക്കുന്നവനായ ദൈവമാണ്. എന്റെ നിങ്ങളുടെ സങ്കടങ്ങളിൽ, എന്റെ നിങ്ങളുടെ കണ്ണുനീരൊപ്പുന്നവനായ പരിശുദ്ധാത്മാവാൻ ദൈവം, അവൻ നമ്മോട് കൂടെ ഇരിക്കുന്നവനായ ദൈവമാണ് എന്ന് ഈ വേദഭാഗത്ത് പറയുകയാണ്. അവൻ നമ്മെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി മാനസാന്തരത്തിലേക്ക് നയിക്കും. അത് സ്വീകരിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾ ക്രിസ്തുവിന്റെ മക്കളായി തീരുകയാണ്. അടുത്ത ചിന്തയിലേക്ക് നമുക്ക് പോകാം. രണ്ടാമതായി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിൽ ഇവിടെ രേഖപ്പെടുത്തി പറയുന്നത്, ഹി വിൽ കൺവിക്ട് ദ വേൾഡ് ഓഫ് റൈച്ചസ്നെസ് കൺസേണിംഗ് ഓഫ് റൈച്ചസ്നെസ്. അവൻ നീതിയെ കുറിച്ച് ബോധം വരുത്തും. പാപം എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ പഠിച്ചത്. ഹി വിൽ കൺവിക്ട് ദ വേൾഡ് കൺസേണിംഗ് സിൻ. സിന്ന്, പാപം മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ മനുഷ്യകുലത്തിന്റെ ഭാഗമായി, മനുഷ്യന്റെ അവസ്ഥയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ രണ്ടാമത് പറയുന്നത് റൈച്ചസ്നെസ് എന്നുള്ളത് ദൈവത്തിന്റെ അവസ്ഥയാണ്, ദൈവവുമായി ബന്ധപ്പെട്ടതാണ്. പാപത്തിലുള്ള മനുഷ്യൻ ദൈവഹിതത്തിലേക്ക്, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ നീതിയിലേക്ക് വളരപ്പെടണം. ഇവിടെ പറയുകയാണ്, എന്താണ് പരിശുദ്ധാത്മാവിന്റെ രണ്ടാമത്തെ പ്രവർത്തനം നീതിയുമായി ബന്ധപ്പെട്ട് എന്ന് ഈ വേദഭാഗത്ത് പറയുന്നു. ഇപ്പോൾ പറയുന്നത്, ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നത് കൊണ്ട് നീതിയെക്കുറിച്ച് ബോധം വരുത്തും. യേശു സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അവൻ സകല നീതിയും പൂർത്തീകരിച്ചതിന് ശേഷമാണ് പോകുന്നത്. സ്നാപക യോഹന്നാൻ യേശുവിനെ യോർദാനിൽ വെച്ച് സ്നാനം കഴിപ്പിക്കുവാൻ വിസമ്മതിക്കുമ്പോൾ യേശു പറയുന്ന ഒരു വചനമുണ്ട്, ഇപ്പോൾ സമ്മതിക്കാം, സകല നീതിയും നിവർത്തിയാകട്ടെ. യേശു ക്രിസ്തുവിലാണ് സകല നീതിയും നിവർത്തീകരിക്കപ്പെട്ടത്. എന്താണ് നീതി നിവർത്തിക്കപ്പെടുക എന്നുള്ളത്? മനുഷ്യകുലം പാപമാണ്. അവർ നീതീകരിക്കപ്പെടണമെങ്കിൽ അവർക്ക് വേണ്ടി ആരെങ്കിലും ഒരാൾ പഴയ നിയമപ്രകാരം യാഗം കഴിക്കണം, യാഗമായി മാറണം. ഇവിടെ യാഗങ്ങളെല്ലാം നിന്നു, മൃഗയാഗങ്ങളെല്ലാം നിന്നു, മൃഗബലികളെല്ലാം നിന്നു. അപ്രകാരമുള്ള പഴയ നിയമപ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ക്രിസ്തുവിലൂടെ അവസാനിപ്പിക്കപ്പെടുകയാണ്. അതിനുവേണ്ടി യാഗം അർപ്പിക്കപ്പെടണം. അതിനെന്തു ചെയ്യണം? യാഗമായി, പൂർണ്ണതയുള്ള യാഗമായി ഒരു യാഗവസ്തു വേണം. അതിനുവേണ്ടി എന്തു ചെയ്യുന്നു? ദൈവം തമ്പുരാൻ യേശു കർത്താവിനെ ലോകത്തിലേക്ക് അയക്കുന്നു. യോർദാൻ നദിയിൽ സകല നീതിയും നിവർത്തിയാകുന്നതിന് വേണ്ടി മനുഷ്യകുലത്തിന്റെ പാപം ആകമാനം തന്റെ ചുമലിൽ, തന്റെ ശിരസിൽ അവൻ ഏറ്റെടുക്കുകയാണ്. കാരണം തെറ്റ് ചെയ്തവർക്കേ ശിക്ഷയുള്ളൂ. ക്രിസ്തു നീതിമാനാണ്, പാപരഹിതനാണ്, കളങ്കമില്ലാത്തവനാണ്. അവർ നിർമ്മലനും നിർദോഷിയുമായ ദൈവത്തിന്റെ കുഞ്ഞാടാണ്. ഒരു കുറ്റവുമില്ലാതെ ഒരാളെയും ന്യായവിധിക്കുവാൻ ദൈവത്തിന് കഴിയില്ല. ദൈവം നീതിമാനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ലോകത്തിന്റെ പാപം ക്രിസ്തു ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു. യേശു ക്രിസ്തു ലോകത്തിന്റെ പാപം ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ കുരിശും ഒരുക്കപ്പെടുകയാണ്. കാരണം എന്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരമായ യാഗമെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗമായതുകൊണ്ട് സകല നീതിയെ നിവർത്തീകരിപ്പാൻ തക്കവണ്ണം യേശു കർത്താവ് യോർദാൻ നദിയിൽ അവൻ സ്നാനമേറ്റെടുത്ത് അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് അതിലും തികവാർന്ന് പരസ്യ ശുശ്രൂഷയിലൂടെ തന്റെ ശിഷ്യന്മാരെ എല്ലാവരെയും കൂട്ടിവരുത്തുകയും തന്റെ പ്രിയപ്പെട്ടവരെയൊക്കെ ഒരുമിച്ച് നിർത്തുകയും അവസാനം യേശു കർത്താവ്
ഈ സകല നീതിയും നിവർത്തീകരിക്കപ്പെടുന്നതിന് വേണ്ടി കാൽവറി ക്രൂശ് ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. തന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോകണമെങ്കിൽ പിതാവിന്റെ ഹിതം നിവർത്തിക്കണം. അതാണ് നീതി നിവർത്തിക്കുക എന്നുള്ളത്. അതായത് ഒബീഡിയൻസ് അൺ ടു ഡെത്ത്, മരണത്തോളം അനുസരണമുള്ളവനായി മാറുക. സോ ഹി വാസ് ആൻ ഒബീഡിയന്റ് സെർവന്റ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ അനുസരിക്കുന്ന ദാസനായിട്ടാണ്. യെശയ്യാ പ്രവാചകൻ 53-ാം അധ്യായത്തിൽ പറയുന്നത് അവനൊരു സഫറിംഗ് സെർവന്റ് ആണ്, നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിക്കാൻ വന്നവനാണ്. യോഹന്നാൻ സ്നാപകൻ പറയുന്നു, ഇത് ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ആണ് എന്നുള്ളത്. അതുകൊണ്ട് സകല നീതിയും നിവർത്തീകരിച്ചു. അതുകൊണ്ട് എന്നെയും നിങ്ങളെയും അവൻ നീതീകരിച്ചിരിക്കുന്നു എന്നുള്ളത് മറന്നു പോകരുത്. എനിക്ക് നിങ്ങൾക്ക് ലഭിക്കപ്പെട്ടതായ ഈ പുത്രത്വത്തിന്റെ അവകാശം, നീതീകരിക്കപ്പെടുന്നതിലൂടെ ലഭിക്കുന്നതായ ഈ അഡോപ്ഷൻ, ഞാൻ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ അതിന്റെ പൂർണ്ണതയ്ക്ക് ആവശ്യമാണ് എന്ന് ഈ വേദഭാഗത്തെ നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും പാപബോധം ഉളവാകുകയും ഈ വിശുദ്ധിയിലേക്ക്, നീതിയിലേക്ക് എന്നെ നിങ്ങളെയും നയിക്കുക എന്നുള്ളതാണ്. ബിലീവ് ഇൻ ജീസസ് ആൻഡ് ഒബേ ആൻഡ് ഫുൾഫിൽ ദ വിൽ ഓഫ് ഗോഡ് ആൻഡ് ടു ബി റൈച്ചസ് വിത്ത് ഗോഡ്. ദൈവത്തോടൊപ്പം നീതീകരിക്കപ്പെട്ടവരായി മാറുക. മൂന്നാമതായി ന്യായവിധിയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ലോകത്തിന് ബോധം വരുത്തും. ഹി വിൽ കൺവിക്ട് ദ വേൾഡ് കൺസേണിംഗ് ജഡ്ജ്മെന്റ്. 11-ാമത്തെ വാക്യം നമ്മുടെ ഇന്നത്തെ പഠനത്തിന്റെ ഒടുവിലത്തേക്ക് വാക്യത്തിലേക്ക് കൂടെ വരികയാണ്. കൊണ്ടുവരേണ്ടത് ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധം വരുത്തും. ലോകത്തിന്റെ പ്രഭു ആരാണ്? നമുക്കറിയാം, ഉത്തരം സാത്താനാണ്. അഥവാ ന്യായവിധി ആർക്ക് ഉറപ്പായി കഴിഞ്ഞു? സാത്താന് ഉറപ്പായി കഴിഞ്ഞു. പിശാചിന് വേണ്ടി ഒരുക്കപ്പെട്ടതായ ഈ ന്യായവിധിയിൽ പിശാചിനോടൊപ്പമുള്ളവരും പിശാചിന്റെ കൂട്ടുകാരും ദൈവത്തിൽ നിന്നും അകന്ന് ലോകപ്രകാരം ജീവിക്കുന്നവരും ന്യായവിധിയിലേക്ക് പ്രവേശിക്കപ്പെടേണ്ടവരും ആണ് എന്നുള്ളത് ഒരുപക്ഷെ മറന്നു പോകരുത്. അതുകൊണ്ട് മൂന്നാമതായി പറയുന്നത്, ഇത് ദൈവം ഒരു വശത്തെ മറുവശത്തെ മറുതലിക്കപ്പെട്ടവർ. ഒന്ന് നമ്മൾ കണ്ടത് പാപത്തിൽ മനുഷ്യന്റെ അവസ്ഥയാണ്. രണ്ട് കണ്ടത് നീതി, അത് ദൈവത്തിന്റെ അവസ്ഥയാണ്. ആ നീതി അനുഭവത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുവാൻ കർത്താവ് നീതിയാഗം അർപ്പിച്ചു, അഥവാ കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു. മൂന്നാമതായി പറയുന്നത് ജഡ്ജ്മെന്റ്. ജഡ്ജ്മെന്റിന്റെ പ്രത്യേകത, ഒരു വശത്ത് ദൈവം, മറുവശത്തെ തിരസ്കരിക്കപ്പെട്ടതായ ആളുകൾ. ഒന്നാമത് മനുഷ്യനെ കുറിച്ച് മാത്രം പാപം, രണ്ടാമത് നീതി ദൈവത്തെക്കുറിച്ച് മാത്രം, മൂന്നാമത് ദൈവവും മനുഷ്യനും സമ്മേളിക്കുന്ന ഒരനുഭവമാണ് ന്യായവിധി എന്നുള്ളത്. ഇവിടെ പരിശുദ്ധാത്മാവിന്റെ ചുമതല എന്ന് പറയുന്നത് ബോധമുള്ളവരാക്കി തീർക്കുക. സാധാരണഗതിയിൽ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ജഡ്ജ്മെന്റ് ആണ്. അതായത് ജഡ്ജ്മെന്റ് പറയുമ്പോൾ ആ വ്യക്തി തെറ്റ് ചെയ്തു എന്നുള്ളത് അവനൊരു ബോധ്യം വരത്തക്കവണ്ണം ഉള്ള വാദങ്ങളാണ് നടക്കുക. നമ്മുടെ കോടതി പശ്ചാത്തലത്തിൽ കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും പ്രതി തെറ്റുകാരനാണോ, തെറ്റ് ചെയ്തിട്ടുണ്ടോ. അങ്ങനെയെന്ന് വരികിൽ പിന്നീട് സംഭവിക്കുന്നത് തെറ്റുകാരനാണെങ്കിൽ ന്യായവിധിയെക്കുറിച്ചാണ്. ഇവിടെ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി എന്താണ് സംഭവിക്കുന്നത്? ന്യായവിധി എന്താണ്, ശിക്ഷ എന്നുള്ളത് മാത്രമേ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ, അല്ലെങ്കിൽ ചിന്തിക്കേണ്ടതായിട്ടേ ഉള്ളൂ. വെളിപാട് പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, അവിടെ നിത്യ നരകം, ലേക്ക് ഓഫ് ഫയർ, അഗ്നി പൊയ്ക പിശാചിന് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുണ്ട്. പ്രിയമുള്ളവർ, യഥാർത്ഥത്തിൽ ന്യായവിധിയും ഈ നിത്യ നരകവും ദൈവം മനുഷ്യന് വേണ്ടിയിട്ടല്ല നിർമ്മിച്ചത്, അല്ലെങ്കിൽ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ അപ്രകാരം വിഭാവന ചെയ്തത്. ലോകത്തിന്റെ പ്രഭുവിന് വേണ്ടി മാത്രമായിരുന്നു. ഉദാഹരണമായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 41-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കാം: ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോവുകയും. യഥാർത്ഥത്തിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്ന് പറയുമ്പോൾ ലേക്ക് ഓഫ് ഫയർ പിശാചിനും അവന്റെ ദൂതന്മാർക്കും മാത്രമായിരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ ന്യായവിധിയെക്കുറിച്ച് പറയുമ്പോൾ ദൈവം പറഞ്ഞതനുസരിക്കാതെ ജീവിച്ചതായ, ദൈവ വിഷയത്തിൽ നിന്ന് മാറിപ്പോയതായ ഇടത്തുള്ളവരോട് കർത്താവ് പറയാണ്, നിങ്ങൾക്കും ഈ പിശാചിനെ പോലെ ലഭിക്കുന്ന ഒരു ന്യായവിധിയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വേണ്ടി അല്ലായിരുന്നു ഇത് നിർമ്മിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അല്ലായിരുന്നു ഈ ജഡ്ജ്മെന്റ് ത്രോൺ ഞാൻ ക്രമീകരിച്ചിരുന്നത്. ഇത് പിശാചിന് വേണ്ടി മാത്രമായിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ഈ പിശാചിന്റെ ഈ ന്യായവിധിയുടെ സാഹചര്യങ്ങളിൽ നമ്മൾ പെട്ടുപോകാതിരിപ്പാൻ
നിത്യതയുടെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ നിങ്ങൾ ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. ഇറ്റേണിറ്റിയാണ് നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്നത്. ഇറ്റേണൽ ഫയർ ഈസ് ആക്ച്വലി പ്രിപ്പയർഡ് ഫോർ ഡെവിൾ ആൻഡ് ഹിസ് ഏഞ്ചൽസ്, നോട്ട് ഫോർ ഹിസ് ബിലവഡ് പീപ്പിൾ. തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആയിരുന്നില്ല. മാളിക മുറിയിലെ പ്രഭാഷണത്തിൽ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞതായ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഇന്ന് ധ്യാനിച്ചത്. ഒന്ന്, അവർ നേരിടുവാനായിട്ട് പോകുന്ന വിഷയങ്ങൾ, പെർസിക്യൂഷൻ, പീഡനം, അവർ അനുഭവിക്കേണ്ടി വരുന്നതായ സാഹചര്യങ്ങൾ, എക്സ്കമ്മ്യൂണിക്കേഷൻ, എക്സ്റ്റർമിനേഷൻ, എക്സ്പ്ലോയിറ്റേഷൻ. രണ്ടാമത് പറയുന്നത് അവർക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. അവിടെ അവർ വളരെ സൈലന്റായി മാറുകയാണ്, അവർ മ്യൂട്ടായി പോവുകയാണ്, ഒന്നും ഉരിയാടുവാൻ കഴിയാതെ വണ്ണം അവർ തകർന്നു പോകുകയാണ്, അവർ സോറോഫുൾ ആയി മാറുകയാണ്, ദുഃഖം നിറഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, നിങ്ങളുടെ ദുഃഖത്തിൽ, നിങ്ങളുടെ വേദനയിൽ നിങ്ങളോടുകൂടെ ഇരിപ്പാൻ ഒരു കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്കായി, ഒരു ഹെൽപ്പർ. 16-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കാര്യസ്ഥൻ എന്നുള്ളതാണ്. എന്നാൽ അധ്യായം വായിക്കുമ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് മറ്റൊരു കാര്യസ്ഥൻ എന്നുള്ളതാണ്. മറ്റൊരു കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ അനദർ ഹെൽപ്പർ എന്നുള്ളതാണ്. എന്നെ പോലെ തന്നെ ഉള്ള ഒരുവൻ എന്നാണ് വാക്കിന്റെ അർത്ഥം. എന്നെ പോലെ തന്നെ ഉള്ള ഒരുവൻ, സെയിം സബ്സ്റ്റൻസ്, ഹോമോസിയോസ് എന്നുള്ള പദമാണ്. കർത്താവ് ശിഷ്യന്മാരെ അറിഞ്ഞതുപോലെ തന്നെ പരിശുദ്ധാത്മാവാൻ ദൈവം, തൃത്വത്തിൽ ഒരുവൻ, ഹി എന്നുള്ള പദമാണ് ഉപയോഗിക്കേണ്ടത്. ഇറ്റല്ല, ഇംപേഴ്സണൽ ഫോഴ്സ് അല്ല, പേഴ്സണാലിറ്റി. അതുകൊണ്ട് പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മുടെ വേദനകളെ, സങ്കടങ്ങളെ അറിയുവാൻ കഴിയുന്നവനാണ്. ഈ പരിശുദ്ധാത്മാ ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നവനായ ദൈവമാണ്. രണ്ടാമതായി പറഞ്ഞത്, ഈ വേദഭാഗത്ത് പറഞ്ഞത് പ്രൊട്ടക്ഷൻ, പരിശുദ്ധാത്മാവിന്റെ സംരക്ഷണത്തെക്കുറിച്ചാണ്, പരിപാലനത്തെക്കുറിച്ചാണ്. മൂന്നാമതായി പറഞ്ഞത് പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ദ വർക്ക്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവാൻ ദൈവം എങ്ങനെ ഈ ലോകത്തിൽ നിങ്ങളോടുകൂടെ ഇരുന്ന് ഈ ലോകത്തെ നയിക്കും, നിങ്ങളെ നയിക്കും. പ്രിയമുള്ളവരെ, ആദിമസഭയിൽ കർത്താവായ യേശു കർത്താവിന്റെ ശിഷ്യന്മാർ സിഹിയോൻ മാളിക മുറിയിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാഭിഷേകം ലഭിച്ചവരായി അവർ ശുശ്രൂഷകളിൽ കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട്, അവരുടെ ജീവൻ കർത്താവിന് വേണ്ടി അർപ്പിച്ചുകൊണ്ട് അവർ യാഗമായി തീർന്നു എന്ന് വരികിൽ, അവർ തങ്ങളുടെ ജീവൻ വെച്ചുകൊടുത്തു എന്ന് വരികിൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ യോഹന്നാൻ ഒഴിച്ച് എല്ലാ ശിഷ്യന്മാരും രക്തസാക്ഷികളായി മാറി. അന്ത്രയോസ് crucified on an X-shaped cross, Bartholomew flayed alive with knife and beheaded, and തോലിരിയപ്പെട്ട് ശിരച്ഛേദം ചെയ്യപ്പെട്ട് മരണപ്പെടുകയുണ്ടായി. ജെയിംസിനെ കുറിച്ച്, യാക്കോബ് സ്ലീഹയെ കുറിച്ച് പഠിക്കുന്നത് അപ്പോസ്തലന്മാരുടെ പ്രവർത്തിയുടെ പുസ്തകം 12-ാമത്തെ അധ്യായം. ഹെരോദ് അവനെ ശിരച്ഛേദം ചെയ്തു. ചെറിയ യാക്കോബിനെ കുറിച്ച് പറയുന്നത് അറുക്കവാൾ കൊണ്ട് സോൺ ഇൻ ടു പീസസ്, അറുക്കവാൾ കൊണ്ട് കഷ്ണങ്ങളായി അറുക്കപ്പെട്ടു. യോഹന്നാൻ മാത്രമാണ് വയോധികനായി പത്മോസ് എന്ന ദ്വീപിൽ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട് തടവിലാക്കപ്പെട്ട് മരണം പ്രാപിക്കുന്നത്. യൂദായെക്കുറിച്ച്, തദ്ദേവൂസ് എന്ന അപരനാമധേയമുള്ള യൂദായെക്കുറിച്ച് പഠിക്കുമ്പോൾ അവൻ രക്തസാക്ഷിയായി മാറി. പത്രോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ക്രൂസിഫൈഡ് അപ്സൈഡ് ഡൗൺ ഓൺ എ ക്രോസ്, തലകീഴായി ക്രൂശിക്കപ്പെട്ടു റോമിൽ വെച്ച്. ഫിലിപ്പും മാർട്ടിയറായി മാറി, അവനെ കെട്ടിത്തൂക്കി കൊന്നുകളഞ്ഞു. സൈമൺ ദ സെലറ്റ് അവന് മാർട്ടിയറായി മരിക്കപ്പെടുകയുണ്ടായി. തോമസ് അപ്പോസ്തലൻ ഇന്ത്യയിലേക്ക് കടന്നു വന്നു, മദ്രാസിൽ മൈലാപ്പൂരിൽ വെച്ച് രക്തസാക്ഷിയായി തീർന്നു. അതുപോലെ തന്നെ യൂദായിക്ക് പകരം തെരഞ്ഞെടുത്തതായ മത്തിയാസിനെ കുറിച്ച് പഠിക്കുമ്പോൾ യെരുശലേമിൽ വെച്ച് അവൻ കല്ലെറിയപ്പെടുകയും ശിരച്ഛേദം ചെയ്യപ്പെടുകയും ചെയ്തു. സ്തെഫാനോസിനെ കുറിച്ച്, അങ്ങനെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ കുറിച്ച്, പിന്തുടർന്നു വന്ന ശിഷ്യന്മാരെ കുറിച്ച്, അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി നിന്നതുകൊണ്ട് അവർ ഇടറിപ്പോയില്ല, സ്കാൻഡലോൺ. അവർ അവിടെ നിന്ന് മാറിപ്പോയില്ല. അവർ കർത്താവിന് ലഭിച്ച മുന്നറിയിപ്പുകളെ സധൈര്യം ഏറ്റെടുത്തുകൊണ്ട് അവർ കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായി മാറി. അതുകൊണ്ടാണ് രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്ത് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾ പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ലോകത്ത് ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിച്ചുകൊണ്ട് ആയിരിക്കുന്ന ഇടങ്ങളിൽ അവന്റെ സാക്ഷികളായി തീരുവാൻ സാധിക്കുന്നുണ്ടോ? അവന്റെ മക്കളായി തീരുവാൻ സാധിക്കുന്നുണ്ടോ? അവന്റെ കരങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവാൻ ദൈവമേ, ഞങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളിൽ ആവസിച്ച് ഞങ്ങളെ നീ പൂർണ്ണതയുള്ളവരാക്കി മാറ്റണമേ. പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നത് പൂർണ്ണതയിലാണ്. പ്ലേറോമ എന്നുള്ള വാക്കാണ്. കംപ്ലീറ്റ്ലി ഫിൽഡ് എന്നുള്ളതാണ്. There is no space anything to come in. There is no space for anything else. സമ്പൂർണമായി നിറയപ്പെടുന്ന പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞ് നമ്മെ അവന്റെ ജീവസാക്ഷികളായി നിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കോവിഡ് ലോകത്തിൽ, ദുരിത ലോകത്തിൽ പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ ഇരുന്ന് ജയോത്സവമായി നടത്തട്ടെ. വേദനപ്പെടുന്നവരോട് കൂടെ ഇരിക്കട്ടെ. കണ്ണുനീരിന്റെ അനുഭവങ്ങളിലായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കട്ടെ. പ്രത്യാശ ഈ ലോകത്തിനപ്പുറമായി വരുവാനിരിക്കുന്ന ലോകത്തിൽ
നമുക്ക് കർത്താവിൽ നിന്നുള്ള അനുഭവങ്ങളുണ്ട് എന്നുള്ള പ്രത്യാശയോടുകൂടി ജീവിക്കാം. പരിശുദ്ധാത്മാവാൻ ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവാൻ ദൈവമേ, ഞങ്ങളിൽ ആവസിച്ച് ഞങ്ങളെ ശക്തീകരിക്കണമേ. ആദിമസഭയിൽ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ശിഷ്യരുടെ മേൽ വന്നിറങ്ങിയതുപോലെ ഞങ്ങളിലും വന്ന് ഇറങ്ങി ആവസിച്ച് ഞങ്ങളിൽ വസിച്ചുകൊണ്ട് ഞങ്ങളെ നയിക്കുന്നവർക്ക് സ്തോത്രം. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തിക്കൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് കോവിഡ് രോഗത്താൽ ഭാരപ്പെടുന്ന ഈ ദുരിത ലോകത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണണമേ. പൂർണ്ണ സൗഖ്യം എല്ലാവർക്കും കർത്താവ് കൽപ്പിക്കണമേ. ഈ രോഗത്തെ പൂർണ്ണമായി മാറ്റിക്കളയണമേ. ഈ മനോഹരമായ പ്രപഞ്ചത്തെ കർത്താവെ പുതുതാക്കണമേ. സകല സൃഷ്ടിയെ പുതുതാക്കുന്ന പരിശുദ്ധാത്മാവാൻ ദൈവമേ, തുടർന്നും ഞങ്ങളെ നയിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.